ഒരു രാത്രി നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നത് മറക്കാനാവാത്തൊരനുഭവമാണ്. പ്രൈസ്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ, എടുത്തു പറയത്തക്കവണ്ണം കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങളിൽ സമാധാനമില്ല. ഈ കാലഘട്ടത്തിൽ മതപരമായ വിഷയങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നൊരു കാലമാണ്. വളരെ വളരെ പ്രശ്നങ്ങൾ നിങ്ങൾ പത്രദ്വാര ഒക്കെ നിങ്ങൾ കേട്ട് നമ്മൾ പോലും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നുന്ന വണ്ണമുള്ള വലിയ സംഭവങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് സുവിശേഷത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഈ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, സമാധാനത്തിൻ്റെ സന്ദേശം. ഹല്ലേലൂയ. ഇന്ന് കേരളത്തിൽ വേണ്ടത് സുഖമല്ല, പകരം സമാധാനമാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ചില രോഗികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരീരത്തിന് സുഖമില്ലെങ്കിൽ ആശുപത്രി പോയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ചില ആശുപത്രി ചെന്നാലും സമാധാനം കിട്ടുകയില്ല, അങ്ങനെയുള്ള ആശുപത്രിയും ഉണ്ട് ചിലത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം, ഇന്ന് മനുഷ്യന് വേണ്ടത് സമാധാനമാണ്. സ്തോത്രം. ഇനി ഞാൻ അല്പം കൂടെ പറയാം, നമുക്ക് സക്സസ് അല്ല വേണ്ടത്, ബ്ലെസ്സിങ് ആണ് വേണ്ടത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരെണ്ണം പറയാം. ആമേൻ. സക്സസ്സിനകത്ത് ബ്ലെസ്സിങ് ഇല്ല, പക്ഷെ ബ്ലെസ്സിങ്ങിനകത്ത് സക്സസ് ഉണ്ട്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളൊരു 10-20 അല്ല ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് ഈ ഓഡിറ്റോറിയത്തിൽ കൂടെ ഒന്ന് ഓടി നടന്ന് ആരാധിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയാണെ ചെയ്തോണം. ആ വഴി ഇറങ്ങിപ്പോകരുത്, വരണം തിരിച്ചു. പ്രൈസലോ. എല്ലാം ആരാധിച്ച. ഹല്ലേലൂയ. രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ദൈവവചനം കേൾക്കുമ്പോൾ അകത്തൊരു തീ കത്തണം. ആമേൻ. എൻ്റെ ഭാഷയിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തുടിക്കുന്ന ഹൃദയവും വിതുമ്പുന്ന ചുണ്ടുകളും ചലിക്കുന്ന ശരീരവും നിറഞ്ഞ കണ്ണുകളുമായി അരുമനാഥൻ്റെ പാദപീഠത്തിലിരുന്ന് ആരാധിക്കുന്ന ദൈവജനത്തെ ഇന്ന് രാത്രി അനുഗ്രഹിപ്പാൻ എൻ്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിയാട്ട്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എൻ്റെ പ്രാണനാഥനെ. ഹല്ലേലൂയ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ ചിന്തയ്ക്കാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 31-32 വാക്യങ്ങൾ ഒന്ന് വായിച്ച ശേഷം മുൻപോട്ട് പോകുന്നു. വായിക്കാം. യെസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ. യെസ്. അനന്തരം കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ മറ്റൊരു പട്ടണമായ കഫർനഹൂമിൽ ചെന്നു. ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെയാകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ആമേൻ. എല്ലാവരും തൽക്കാലം ബൈബിൾ നടച്ചു വെച്ചാട്ടെ. വായിക്കുന്ന അഭിഷക്തൻ മാത്രം തുറന്നു വെച്ചോട്ടെ. ബാക്കി എല്ലാവരും നടച്ചു വെച്ചിട്ട് തലയൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് കണ്ണടച്ച് ഈ വചനത്തിനായിട്ട് ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ആകാശങ്ങളെ കീറി മുറിച്ച് പുകയുന്ന പർവ്വതങ്ങളെ തൊടുന്ന ദൈവാത്മാവിൻ്റെ ശക്തി. അല്ലെങ്കിൽ പർവ്വതം പുക കൊണ്ട് മൂടി യഹോവയായ ദൈവം പർവ്വതത്തിൽ ഇറങ്ങി, പർവ്വതം വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ കർത്താവ് നിന്റെ മേൽ ഇറങ്ങി. ആ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ അറിയാതെ ചലിച്ചു പോകുന്ന ഒരാത്മശക്തി. വചനം ദൈവമാണ്, വചനം യേശുവാണ്. വചനം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ പർവ്വതത്തിൽ തീ ഇറങ്ങിയതുപോലെ, പർവ്വതത്തിൽ യഹോവയുടെ കാല് ചവിട്ടിയതുപോലെ വചനം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അറിയാതെ കരം ചലിച്ചു പോകും, അറിയാതെ നിന്റെ വാ തുറന്നു പോകും. താമ്രക്കഥകളെ ഉടച്ചവൻ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചവൻ, കൽദയ ബാബിലോണിയ സാമ്രാജ്യങ്ങളോട് വചനം കൊണ്ട് കണക്ക് പറഞ്ഞവൻ,
പ്രവർത്തിച്ചവൻ, ഉരുക്ക് പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരെ വചനത്തിന്റെ വജ്രസൂചി മുനയിൽ നിർത്തി കണക്ക് പറയിപ്പിച്ചവർ, 2 കാലിൽ നിന്ന് ബെൽസസറെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 4 കാലിൽ നിർത്തി പുല്ല് തീറ്റിച്ച എന്റെ ദൈവം, കന്നുകാലിക്ക് പുല്ല് പറിച്ചവനെ ഒറ്റ നിമിഷം കൊണ്ട് രാജാഭിഷേകം ചെയ്ത ദാവീദിന്റെ ദൈവമോ പ്രാണപ്രിയനെ, അങ്ങയുടെ പാദപീഠത്തിങ്കിൽ ഇവനെ സമർപ്പിക്കുന്നു. ഇന്നലെ രാത്രി പ്രസംഗിച്ച പരിചയം കൊണ്ടല്ല, ഒരു പുതിയ കൃപ അടിയന്റെ മേൽ ഇവിടുന്ന് പകരണമേ. അപ്പന്റെ ശബ്ദമായി നിൽക്കട്ടെ നാഥ. തിരുക്കരം ചലിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലെ, നിങ്ങൾ താമസിക്കുന്ന കൊച്ചു സ്ഥലത്തെ പോസ്റ്റ് മാസ്റ്ററെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടെങ്കിലും, ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ് മാസ്റ്ററെ, പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററെ അറിയാമല്ലോ. പക്ഷെ നിങ്ങളെ നല്ലപോലെ അറിയാം, അദ്ദേഹത്തിന് നിങ്ങളെ ഇഷ്ടവുമാണ്, ശരിയല്ലേ? പക്ഷെ അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലൊരു കത്ത് കൊണ്ട് തരില്ല. നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ് മാസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ കത്ത് കൊണ്ട് തരുമോ? ഇല്ല. അദ്ദേഹം അതിൽ ഇടിയോടെ ഇടിയല്ല ഇടിച്ച് സീലൊക്കെ ചെയ്തിട്ട് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അങ്ങരുടെ കയ്യിൽ കൊടുത്തുവിടും. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം കത്തും കൊണ്ടൊന്നും ഇവിടെ വരികയല്ല. കെ എബ്രഹാം എന്ന് പറഞ്ഞൊരു പോസ്റ്റ്മാനുണ്ട്, പുള്ളിയുടെ കൈ കൊടുത്തു വിടത്തേ ഉള്ളൂ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. തമ്പുരാന്റെ വചനം, ഹല്ലേലൂയ, ഇന്ന് രാത്രി യേശു നേരിട്ട് കൊണ്ടുവരുന്നതിന് തുല്യമാ. അവൻ എൻ്റെ പ്രാണനാഥൻ തൻ്റെ അഭിഷക്തന്മാരുടെ പക്കൽ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. സ്തോത്രം പറ, സ്തോത്രം പറ. ഒരെണ്ണത്തിന് പറഞ്ഞില്ലേ പിന്നെ പെൻഡിങ് ആയി പോകും. അതുകൊണ്ടാണ് സ്തോത്രം. കാരണം പറയാൻ പറ്റാത്ത ഒരെണ്ണം പോലും എൻ്റെ കയ്യിലില്ല, മുഴുവനും സ്തോത്രം പറയേണ്ടതാ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ തമ്പുരാൻ എന്നോടാ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറെ കത്തും നന്നാ വിട്ടിരിക്കുന്നത്, അതിലെല്ലാം നിങ്ങളുടെ അഡ്രസ്സുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മൈക്ക് ആരുടെ കയ്യിലായിരിക്കുന്നത്? എടുത്ത് കൈ പിടിച്ചോ. ഇടയ്ക്കൊക്കെ എന്ന് പറയണം, കത്ത് മാത്രമേ ഉള്ള ഭാഷ എന്നൊന്ന് ചോദിച്ചാൽ എന്നോട്. കത്ത് മാത്രമേ തന്നു വിട്ടിട്ടുള്ളൂ എന്ന് ചോദിക്കേ. കത്ത് മാത്രമേ തന്നു വിട്ടിട്ടുള്ളൂ? അല്ല, മണി ഓർഡർ ഉണ്ട്, മണി ഓർഡർ ഉണ്ട്. അത് പറയാനാ ചോദിക്കാൻ പറഞ്ഞത്. ആമേൻ. മണി ഓർഡർ ഉണ്ടെന്ന് ലാസ്റ്റ് ഒപ്പിട്ട് അതുകൂടെ മേടിച്ചിട്ടേ പോകാവൂ. കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ചാട്ടെ, കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി യേശു ചിലത് നിനക്കുള്ളത് എന്റെ പക്കൽ തന്നു വിട്ടിട്ടുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചോ. എനിക്കുള്ളത് വേണം, എനിക്കുള്ളത് വേണം, എനിക്കുള്ളത് വേണം. ആമേൻ. അതെ, തമ്പുരാൻ പറയാ 2019 നന്മയുടെ വർഷമാണ്. എഴുതിയിട്ടോ. ഇതൊന്നും പെറുക്കി എടുത്തുകൊണ്ട് നടക്കേണ്ട ആളല്ല. ഇതൊക്കെ നിന്റെ സ്വന്തമായി വണ്ടിയെ കയറ്റി തിരുവനന്തപുരത്തിന്റെ പല പട്ടണങ്ങൾ ഇത് സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ദേവദാസനോടാ ദൂത്. എഴുതിയിട്ടോ. സ്വന്തമായി നിന്റെ വാഹനത്തിൽ നീ തിരുവനന്തപുരത്തിന്റെ പല പട്ടണങ്ങളിൽ 10,000ങ്ങളുടെ മീറ്റിങ്ങുകളിൽ എൻ്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന നന്മയുടെ ആരംഭമാണെന്ന് പറഞ്ഞാൽ, ആരംഭമാണെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലതിനെ തൊടുക. പറ, എന്റെ എഴുത്ത് വേണം, എനിക്ക് എന്റെ എഴുത്ത് വേണമെന്ന് പറ. എഴുത്തുണ്ട്. ആമേൻ, ആമേൻ. എഴുത്ത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചില്ലേ? ചുമ്മാ ചോദിച്ചല്ല. നിന്റെ മതിൽ പൊളിയുവാ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ചുവരിനകത്താണ് നീ ഇപ്പം നിൽക്കുന്നത്, അതങ്ങ് പൊളിക്കാൻ പോവാ 2019. നീ എൻ്റെ പാദത്തിൽ ഇരിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. എഴുന്നേൽക്കുന്ന നീ കൈ തൊടുന്നിടത്ത് വിടുതലുമായിട്ട് എഴുന്നേൽക്കും. ചില മക്കതോന്യ വിളികൾ നിനക്ക് വരാൻ പോകുക. തമ്പുരാൻ നിന്നെ കൊണ്ടുപോകാൻ പോവാ. സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ വിളി വന്നിട്ടുണ്ട്. ദൈവാത്മാ പറയുന്ന ദൂത് കറക്റ്റാണ്, കറക്റ്റ്. ഇത് ഞാൻ ഇദ്ദേഹത്തെ അറിയില്ല, വായിക്കാൻ പറഞ്ഞ മയക്കി കൊടുത്തതാ. പക്ഷെ മക്കതോന്യ വിളി വന്ന് കിടക്കുക. പുറപ്പാട് ആരംഭിച്ചു. കൊമ്പിൽ തൈലം നിറച്ചാൽ പിന്നെ അടങ്ങിയിരിക്കരുത്. ശുശ്രൂഷ നിന്റേതല്ല, ശുശ്രൂഷ തമ്പുരാന്റെയാ.
അവൻ ഒരുക്കി വെച്ചിട്ടാ വിളിച്ചിരിക്കുന്നത്. പുറപ്പെടാൻ തുടങ്ങാ. നീ സഭയുടെ 4 ചുവരുകൾക്കപ്പുറത്ത് ഒരു വലിയ ശുശ്രൂഷയ്ക്കായി തമ്പുരാൻ എഴുന്നേൽപ്പിച്ച നിന്റെ നാവില് പ്രവചന ദൂത് തന്ന് ഇനിയും ദൈവം സംസാരിക്കും. ഇരുന്നോളൂ, ഇനിയും ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കുള്ള കത്ത് വരണം, എൻ്റെ കത്ത് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കത്ത് നിനക്ക് വരും. ആമേൻ. നിന്റെ കത്ത് നിനക്ക് വരും. സ്വതം. നിങ്ങളിൽ എത്ര പേർക്ക് ബൈബിള് നന്നായിട്ട് അറിയാം? എൻ്റെ വിശ്വാസം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് തമ്പുരാൻ്റെ തെരഞ്ഞെടുപ്പ് പറഞ്ഞവനല്ല. ആമേൻ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്താ ഈ ഭൂമിയിലുള്ളവരുടെ സ്നേഹം നിലനിൽക്കാത്ത? ഭാര്യാഭർത്തൃ ബന്ധം വരെ. ആമേൻ. കോളേജ് തലങ്ങളിലുള്ള അഫെയറുകൾ, പ്രേമങ്ങൾ, ലവ് മാര്യേജസ്, ബന്ധങ്ങൾ ജീവനുള്ളിൽ സ്നേഹിച്ച് കണ്ണ്, പൂവ്, തേന്, കല്ല്, പുല്ല്, നെല്ല്, കതിര്, പതിര് എല്ലാം പറഞ്ഞ് സ്നേഹിച്ചിട്ട് വഴിയിൽ എന്തുകൊണ്ട് വിട്ടു? എന്തുകൊണ്ട് വഴി വിട്ടു? ആരാണ് ഉത്തരവാദി? പറയാം. അവർ സ്നേഹിച്ചതെല്ലാം നിന്റെ ആകൃതിയാ, നിന്റെ ഷേപ്പിനെ അവർ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് വാട്സാപ്പിൽ അവർ പറഞ്ഞത് നല്ല മൂക്കാന്ന്, അതുകൊണ്ടാണ് പറഞ്ഞ നല്ല കണ്ണാന്ന്, അവർ പറഞ്ഞു നല്ല മുടിയാന്ന് പറഞ്ഞു. അവർ സ്നേഹിച്ചത് നിന്റെ ഷേപ്പിനെയാ. പക്ഷെ എൻ്റെ ദൈവം സ്നേഹിച്ചത് നീ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ, നിനക്കൊരു ഷേപ്പും ഇല്ലാതിരുന്നപ്പോൾ, നീ ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ. കമോൺ 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 പറ. നിനക്ക് ഇന്ന് രാത്രി കസേരയിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ 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 എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ പറഞ്ഞ ദൂതൊക്കെ ശരിക്കും മനസ്സിലായുണ്ടല്ലോ. ഇവിടെ ഒന്നും കസേരയിലൊന്നും ഇരിക്കത്തില്ല. ആമേൻ. നിന്റെ ശ്വാസോച്ഛ്വാസം പോലും ഇഷ്ടമല്ലാത്തവർ ഉണ്ട് ഈ ലോകത്തിൽ. ആമേൻ. നീ അടുത്ത് നിന്നാൽ ഇഷ്ടമല്ലാത്തവരുണ്ട്. പക്ഷെ കർത്താവ് പറയാ ഐ ലവ് യു. യേശു പറയാ എനിക്ക് നിന്നെ ഇഷ്ടമാ. അതെന്താ? നീ കറുത്തതാന്നേലും എനിക്ക് ഇഷ്ടമാ, നീ വെളുത്തതാന്നേലും എനിക്ക് ഇഷ്ടമാ, നിനക്ക് പണമുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമാ, പണമില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാ. എന്തുകൊണ്ടാ? നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നിനക്ക് മൂക്കും വായും ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഒരു തുണ്ട് മാംസമായി കിടന്നപ്പോൾ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ, ഞാൻ നിന്നെ കണ്ടതാ, ഞാൻ നിന്നെ അറിഞ്ഞതാ. ഓ, സന്തോഷം പോരാ കേട്ടോ, സന്തോഷം ഇതൊന്നും പോരാ. The power is touching. The power is touching. ചില വ്യക്തികളെ ദൈവാത്മാ തൊടുന്നു. യേശുവിന്റെ കരഞ്ചലിനെ തൊടുകയാ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. The power. Bring him, bring him. ഇങ്ങ് കൊണ്ടുപോരെ, അദ്ദേഹത്തെ കൊണ്ടുപോരെ, അദ്ദേഹത്തെ ഇങ്ങ് കൊണ്ടുപോരെ, ഇങ്ങ് കൊണ്ടുവാ, ഇങ്ങ് കൊണ്ടുവാ. സ്തോത്രം പറഞ്ഞോടുന്നാട്ടെ. കൃപയുടെ വ്യാപാരം നമ്മുടെ വ്യാപരിക്കുന്നു. ഒരാത്മ മണ്ഡലം എന്ന് രാത്രി തുറക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടന്നു വരുമ്പോഴേ നിന്നോട് പറയുന്നു, നീ ഒരിക്കൽ സ്റ്റേജിൽ കയറും, നീ ഒരിക്കൽ യേശുവിനെ പ്രസംഗിക്കും, നീ യേശുവിനെ പാടും. തകർന്നുപോയ ഒരു കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ നീ. ഇന്ന് ഈ ഹോളിനകത്ത് നിന്നില്ലെങ്കിൽ, ഈ യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ നീ ജയിലിൽ കിടക്കേണ്ടവനാ. ഒരു ഗ്രൂപ്പിനകത്തായിരുന്നു നീ. ആമേൻ. ഒരു സുഹൃത്ത് വലയത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ചില കൂട്ടുകാർ നിമിത്തം നീ ചില പരസ്യമായ ആക്ഷേപങ്ങൾ അകപ്പെട്ടു. നിന്റെ അപ്പനും അമ്മയും ഒരുമിച്ച് ജീവിക്കുന്ന നിന്റെ കുടുംബത്തിൽ നിന്ന് ദേശം വിട്ടു പോയേക്കാവെന്ന് നീ തീരുമാനിച്ചു. ദേശത്ത് നിന്നെ നിർത്തില്ലെന്ന് ശത്രു വാദിച്ചു. പക്ഷേ ആമേൻ, കൊലപാതകയായി അടിപിടി കേസ് അകപ്പെട്ട് പോലീസ് സ്റ്റേഷന്റെ വരാന്ത വഴി കയറി ഇറങ്ങി നടക്കേണ്ട നിന്നെ തമ്പുരാൻ തൊട്ടു. ആമേൻ. തകർന്നു പോയൊരു വീട്, എല്ലാം തീർന്നു പോയൊരു വീട്. പക്ഷെ ദൈവം പറയുന്നു, നിന്നെ കൊണ്ട് ഞാനത് പണിയും.
നീ നിമിത്തം അത് ഞാൻ പണിയും. മുഖത്ത് നോക്കി ശപിച്ച് പറഞ്ഞില്ലേ, പോ, ഒരു കാശിന് നിന്നെ കൊള്ളില്ലെന്ന്. ഹല്ലേലൂയ. ഡിക്ലറേഷൻ ഓഫ് നസറേത്ത്. അർത്ഥം നസറേത്ത് വിളംബരം. ചരിത്രപ്രസിദ്ധമായ യേശുവിന്റെ പ്രസംഗമാണ്. അതാണ് ലൂക്കോസ് 4. വായിക്കാം, ലൂക്കോസ് 4:16. ചരിത്രപ്രസിദ്ധമായ യേശുവിന്റെ പ്രസംഗം, ഡിക്ലറേഷൻ ഓഫ് നസറേത്ത്. അവൻ വളർന്ന നസറേത്തിൽ വന്നു. അവൻ വളർന്ന നസറേത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് അവന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. സന്തോഷമുള്ള ദൈവത്തെ സൂചിച്ചാട്ടെ. നിങ്ങൾ ഇതൊക്കെ പിന്നെ വീട്ടിൽ പോയി വായിക്കണം. ഇവിടെ ഇരുന്ന് മുഴുവനും വായിക്കരുത്, സമയമില്ലാത്തതുകൊണ്ടാവും. ഇത് ആ പുസ്തകം അവിടെ എഴുതിയിരിക്കുന്നു. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം യേശു വായിച്ചു. എന്തോ വായിച്ചു? ഒന്ന് പറഞ്ഞേ. തന്നെ കുറിച്ച്. ഇനി അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പറയോ പറയാതിരിക്കുകയോ ചെയ്യാം. ഞാനങ്ങ് പറയാണ്, നമ്മളെല്ലാവരെയും കുറിച്ച് ഈ ബൈബിളിലുണ്ട്. നമ്മൾ വല്ലവരെയും കുറിച്ച് എഴുതിയിരിക്കുന്ന വായിക്കാതെ നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്ന വായിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ ബൈബിളിനകത്ത് നമ്മളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആമേൻ. യേശു തന്നെ കുറിച്ച്, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചു. പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. ആൾക്കാര് തമ്മി പറഞ്ഞു, എല്ലാവരും അവനെ പുകഴ്ത്തി. സെക്രട്ടറി അവിടെ ഇരുന്നുകൊണ്ട് തോണ്ടിയിട്ട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പുള്ളിയെ തന്നെ വിളിച്ചാൽ മതി. സൂപ്പർ പ്രസംഗം. എങ്ങനെ പേര്? നസറേനായ യേശു. അടുത്ത പ്രാവശ്യം പുള്ളിയെ തന്നെ. ആൾക്കാർക്കെല്ലാം വലിയ ഇഷ്ടമായി. നസറേത്ത് പള്ളിയിലുള്ളവരുടെ കണ്ണ് അവന്റെ മേൽ. പ്രസംഗം കത്തിക്കയറി. യേശു പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ ഖജാൻജി സെക്രട്ടറിയെ തോണ്ടുന്നു, സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിയെ തോണ്ടുന്നു, ജോയിന്റ് സെക്രട്ടറി പ്രസിഡന്റിനെ തോണ്ടുന്നു, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തോണ്ടിട്ട് പറയാം, നമ്മുടെ പള്ളിയിൽ അടുത്ത പ്രാവശ്യം പുള്ളിയെ തന്നെ വിളിച്ചാൽ മതി. ന്യൂ ഇയറിനും പുള്ളിയെ വിളിച്ചോ, ക്രിസ്മസിനും പുള്ളിയെ വിളിച്ചാൽ മതി. സൂപ്പറാ. അങ്ങനെ എല്ലാവരും തോണ്ടി ചിരിച്ചോണ്ടിരിക്കുമ്പോൾ യേശു സാരെഫാത്തിലെ വിധവയുടെ സബ്ജക്റ്റ് എടുത്തു. ആമേൻ. ആഹാബിന്റെ കാലത്ത് സാരെഫാത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു. എന്നാൽ സീദോന്യ രാജാവായ യദ്ബാലിന്റെ മകൾ 850 കള്ളപ്രവാചകന്മാർക്ക് കഞ്ഞിവെച്ച ഇസബേലിന്റെ അപ്പൻ ഭരിക്കുന്ന സീദോന്റെ മതിലിനോട് ചേർന്നുള്ള സാരെഫാത്തിലെ ഈ വിധവയുടെ വീട്ടിലേക്കല്ലാതെ ദൈവം ഏലിയാവിനെ അയച്ചില്ല. അപ്പോൾ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു, വരട്ടെ, നോക്കാം, വിളിക്കാൻ വരട്ടെ, അടുത്ത പ്രാവശ്യത്തേക്ക് വിളിക്കാൻ വരട്ടെ. സബ്ജക്റ്റ് മാറുന്നു. അപ്പോൾ എടുത്തു യേശു. ആമേൻ. ആരാം രാജാവിന്റെ സേനാനായകനായ നയമാൻ. ആമേൻ. അനേക കുഷ്ഠരോഗികൾ അരാമിൽ ഉണ്ടായിരുന്നെങ്കിലും എലീശായെ യഹോവയായ ദൈവം നയമാന്റെ അടുത്തേക്കല്ലാതെ ഇസ്രായേലിലെ വേറെ കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് അയച്ചില്ല. സെക്രട്ടറി ചെന്ന് ജോയിന്റ് സെക്രട്ടറി ചെവി പറഞ്ഞു, വിളിക്കണ്ട, ഇനി വിളിക്കണ്ട. എൻ്റെ ചോദ്യം, ബഹുമാനപ്പെട്ട ദൈവമക്കളെ,
ഇതിനകത്ത് യേശുവിൻ്റെ പ്രസംഗത്തിൽ എന്താ തെറ്റുണ്ടായേ? വൈ? എന്തുകൊണ്ട് യഹൂദന്മാർ ഈ പ്രസംഗത്തിൽ യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചു? ആമേൻ. എന്തിനവർ കോപപരവശരായി? യേശുവിൻ്റെ പ്രസംഗം കേട്ടാൽ ആത്മപരവശനാകേണ്ടവൻ എന്തിനാ കോപപരവശനായേ? ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രസംഗം കേട്ടാൽ രണ്ട് പരവശം ഉണ്ടാകണം. ഒന്ന് ആത്മപരവശൻ, രണ്ട് ഭയപരവശൻ. ഇത് രണ്ടുമല്ലാതെ കോപപരവശൻ ആയത് എന്തിന്? അതൊന്ന് പൊളിച്ചിട്ട് ഞാൻ ബാക്കി പുറകോട്ട് വരാം. അത് കഴിഞ്ഞ് പിന്നെ വരാം. എന്താ പ്രശ്നമെന്നറിയാമോ? സാരേഫാത്തിലെ വിധവ യഹൂദ സ്ത്രീ അല്ല. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. ആരാം രാജാവിൻ്റെ സേനാനായകൻ യഹൂദൻ അല്ല. യഹോവയായ ദൈവത്തെ പിച്ചിക്കീറാൻ ഇസ്രായേൽ തയ്യാറല്ല. ഞങ്ങളുടെ ദൈവത്തെ ജാതികൾക്ക് വിട്ടുകൊടുക്കത്തില്ലെന്ന് വാതുകെട്ടി നിൽക്കുന്ന യഹൂദന് ഇസ്രായേലിന്റെ ദൈവത്തെ നയമാനും സാരേഫാത്തിലെ സ്ത്രീക്കും യേശു പങ്കുവച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ആരുടെയും സ്വകാര്യ സ്വത്തല്ല. യേശു ആരുടെയും കുടുംബ സ്വത്തല്ല. യേശു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. അവനൊരു മതത്തിന്റെ നേതാവല്ല. അവനൊരു സംഘടനയുടെ നേതാവല്ല. അവന് ലോകത്തിലെ ജാതിയുടെ നേതാവല്ല. അവൻ കറുത്തവന്റെ അല്ല, വെളുത്തവന്റെ അല്ല, അവൻ സവർണന്റെ അല്ല, അവൻ അവർണന്റെ അല്ല, അവൻ പണക്കാരൻ അല്ല, അവൻ പാവപ്പെട്ടവന്റെ അല്ല, അവൻ സകല ജാതികളുടെ ദൈവമാകയാ. സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോഴും ഇസ്രായേൽ ഒരു പാവപ്പെട്ടവന് യാഗം കഴിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. സ്തോത്രം, സ്തോത്രം. യേശു എന്തിനാ ചാട്ടവാറ ഉണ്ടാക്കിയേ? ആരാധനാലയത്തിൽ ചാട്ടവാറ എന്തിനാ ഉണ്ടാക്കിയേ? ചില കഥ പറയേണ്ടി വരും, ശകലം കാര്യം പറയേണ്ടി വരും. കേശവദാസപുരത്തൂടെ പഴയ നിയമകാലം മനസ്സിലോർക്ക് ഞായറാഴ്ച ആരാധന. ആമേൻ. ദേവസ്യ ചേട്ടൻ കാളയം കൊണ്ടുപോകുന്നു. എന്തിന്? ഒന്ന് പറ. പഴയ നിയമകാലം ദേവസ്യ ചേട്ടൻ രാവിലെ കേശാസ്വരത്തോട് എന്തോ കൊണ്ടുപോകുന്നു? കാളയം കൊണ്ട്. പുറകിന് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് കുട്ടി ഒരാടിനെ കൊണ്ടുപോകുന്നു, ആട്ടുകൊറ്റനെ കൊണ്ട്. അതിൻ്റെ പുറകിന് മറിയാമ്മച്ചെടുത്ത് ഒരു പ്രാവിനെ കൊണ്ടുവരുന്നു. ഇത് കണ്ടാൽ നമുക്ക് എന്തറിയാം? ആർക്കൊന്നും അറിയില്ലേ? പുസ്തകം വായിക്കുന്നവനറിയാം ഏത് പാപം ചെയ്തിട്ടാണ് വരുന്നതെന്ന്. പിടികിട്ടിയോ? മൃഗത്തിൻ്റെ വലിപ്പം കണ്ടാൽ അറിയാം ഇവൻ ഏത് പാപം ചെയ്തിട്ടാണ് വരുന്നതെന്ന്. അപ്പൊ കവലയിൽ ഇരിക്കുന്നവർ, ദേവസ്യാച്ചോ ഈ ആഴ്ച കാളയല്ലേ, കയ്യിലിരിപ്പ് മോശമില്ലല്ലോ. അപ്പോഴാണ് നുണ പറഞ്ഞ മറിയാമ്മ പ്രാവിനെ കൊണ്ട് വരുന്നത്. നേരീതിനകത്ത് ഷാളിനകത്ത് പൊതിഞ്ഞിരുന്നെങ്കിലും ആൾക്കൂട്ടം കണ്ടപ്പോൾ പ്രാവ് കിടന്ന് രണ്ടടി ഉടനെ പറഞ്ഞു, നുണച്ചി. നാട്ടുകാർ വിളിക്കുക. കാരണം പ്രാവിനെ കാണുമ്പോൾ അറിയാം അമ്മമ്മ എന്തോ പറഞ്ഞിട്ട് വരിക, നുണ പറഞ്ഞിട്ട് വരിക. ഇത് സഹിക്കാൻ മേലാതെ വന്നപ്പം സദൂക്യരോടും പരീശന്മാരോടും യഹൂദ പ്രമാണിമാരോടും പറഞ്ഞു, നാട്ടിലെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാ ഞങ്ങൾ. പള്ളിക്ക് കറക്റ്റായിട്ട് മെമ്പർഷിപ്പ് എടുത്ത് ദശാംശവും തരുന്നവരാ. ഞങ്ങൾ ഈ കാളെ കൊണ്ട് പോകുമ്പം കേശാസ്വരം ജംഗ്ഷനിലും പരുത്തുമാറയിലും വരുമ്പം ഞങ്ങൾ അങ്ങോട്ട് വലിക്കും, കാള ഇങ്ങോട്ട് വലിക്കും. ഞങ്ങൾ അങ്ങോട്ട് വലിക്കും, കാള ഇങ്ങോട്ട് വലിക്കും. കാളയോട് ചോദിച്ച്, കാള എന്തിനാ വലിക്കുന്നത്? കാളയുടെ മറുപടി, താൻ ചെയ്ത വൃത്തികേടിന് ഞാനെന്തിനാടോ ചാകുന്നത്? താൻ ചെയ്ത വൃത്തികേടിന് ഞാനെന്തിനാടോ ചാകുന്നത്? കാളയ്ക്ക് ചാകാൻ താല്പര്യമില്ല. ഇങ്ങനൊരു വിഷയം വന്നപ്പം പള്ളി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, മാന്യതയുള്ള നമ്മുടെ സഭയിലെ ചേട്ടന്മാർ കവലയിൽ കൂടെ വരുമ്പം നാട്ടുകാർ കളിയാക്കുന്നുകൊണ്ട് ഇനി യാഗത്തിന് വരുമ്പം ഞായറാഴ്ച കാളെ കൊണ്ടുവരണ്ട, നമ്മുടെ പള്ളി മുറ്റത്ത് കാളെ കച്ചവടം തുടങ്ങുന്നു. കൃപയുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഇനി എന്ത് കൊണ്ടുവന്നാൽ മതി? കാശും കൊണ്ട് വന്നാൽ മതി, കാള പള്ളി മുറ്റത്ത് കിട്ടും. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കച്ചവടം തുടങ്ങി. അങ്ങനെ കച്ചവടം തുടങ്ങിയപ്പോൾ മുട്ട
പൊട്ടൻ പരിപാടി. അവൻ ആത്മാവില്ലാത്ത സദൂക്യനും ആത്മാവില്ലാത്ത പരീശനും വചനമറിയാത്ത യഹൂദനും പള്ളിമുറ്റത്ത് എന്ത് തുടങ്ങി? കച്ചവടം തുടങ്ങി. അപ്പോഴാണ് പാവപ്പെട്ട ചിലർ അവിടെ ആരാധനയ്ക്ക് വന്നു. അവർ കാളെ മേടിച്ചു, കാളയും കൊണ്ടുവന്നപ്പം ഇത് ഭയങ്കര കൂട്ടുകച്ചവടമാണ്. യേശു എന്തുകൊണ്ട് അത് കള്ളന്മാരുടെ ഗുഹ എന്ന് പറയാൻ കാരണം, ഇവന്മാർ എവിടുന്ന കട്ടെ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? കള്ള എന്ന് വിളിക്കണേ ചുമ്മാ യേശു വിളിക്കുമോ? നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ദേഷ്യം വന്നാൽ കള്ളാന്ന് വിളിക്കും. യേശു അങ്ങനെയൊന്നും വിളിക്കത്തില്ല. കാട്ടെങ്കിലേ കള്ളാന്ന് വിളിക്കൂ. തമ്പുരാൻ കള്ളാന്ന് വിളിക്കാൻ കാരണം എന്താ പറയാം. വന്നപ്പോൾ പുരോഹിതൻ കാളെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, ആടിനെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനെ യാഗം കഴിക്കാൻ പറ്റില്ല. എന്താ? ഊനമുണ്ട്. എന്തുണ്ട്? പ്രശ്നമുണ്ട്. ഇതിൻ്റെ കാത് ലേശം വളഞ്ഞതാ. ഇവർ കണ്ടുപിടിക്കുന്ന ഈ വണ്ടി RTO പിടിക്കുന്ന പോലെ എന്തെല്ലാം പേപ്പർ കാണിച്ചാലും ചോദിക്കും പഞ്ഞി എന്ത് ചെയ്യുന്നു. കറക്റ്റാണ് സാറേ, പഞ്ഞി ഇല്ല. ഒറ്റ കാരണത്താൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെ തുറന്നു, ഡെറ്റോൾ എവിടെ പിടിക്കും വേണ്ടി. അവർക്ക് പിടിക്കാനാണ് ഒരു കാരണം കിട്ടും. മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെ സദൂക്യം പറഞ്ഞു, ആടിൻ്റെ കാതല്പം വളഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ സാരമില്ല, ഇല്ല അവിടെ അവർ മേടിച്ചോളും, അങ്ങോട്ട് കൊടുത്താലേ. ഇതിന് എത്ര വില? ഇതിന് 500 രൂപയ്ക്ക് മേടിച്ചാൽ സാരമില്ല, ഇച്ചിരി വില കുറയുന്നുള്ളൂ. 250 രൂപയ്ക്ക് പുള്ളി എടുത്തോളൂ. ചോദിച്ചു, 250 രൂപയ്ക്ക് ഇതിന് സെക്കൻഡ് ഹാൻഡിന് വിറ്റാൽ ഞാനങ്ങനെ കടിക്കുന്നത്? ഇതുകൊണ്ട് അവിടെ കാളെ കിട്ടും, 450 കൊടുത്താൽ മതി. കച്ചവടം, ലാഭം പുരോഹിതനും ഉണ്ട് ഇതിനകത്ത്. സൂപ്പർ കച്ചവടമാണ്. തമ്പുരാൻ തീരുമാനിച്ചു, എൻ്റെ ആലയം ഈ കള്ള കച്ചവടത്തിൻ്റെ മിറ്റമാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ ഇപ്പൊ പള്ളിമുറ്റത്ത് എന്തുവരെ കച്ചവടം തുടങ്ങി? എന്തോ വരെ തുടങ്ങി? പ്രാവിനെ വരെ. പ്രാവ് എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പറക്കണ്ട പ്രാവിനെ പിടിച്ചിരുത്തി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരിറങ്ങിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ ആലയം, എൻ്റെ ആലയം അത് കള്ളന്മാരുടെ ഗുഹയാക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ യഹൂദ സമൂഹത്തിൻ്റെ എല്ലാ മേൽക്കോയ്മകളെയും അവൻ കെട്ടിവെച്ച വണ്ടിനെയും കോടാലി കൊണ്ട് വെട്ടിയറിയാൻ തനിക്ക് മുമ്പേ യോഹന്നാൻ സ്നാപകനെ വിട്ട എൻ്റെ തമ്പുരാൻ എഴുന്നേറ്റു. സ്വത്രം പറഞ്ഞാട്ടെ. കർത്താവ് പ്രസംഗം തുടങ്ങി. കപടഭക്തിക്കാരായ ന്യായശാസ്ത്രിമാരെ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് പതാരം കൊടുക്കുകയും ന്യായപ്രമാണത്തിലെ കനമേറിയവ തെരിച്ചുകളെയും നിങ്ങൾ അയ്യോ കഷ്ടം, കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന നിന്റെ അകത്തോ ക്ലാവ് പിടിച്ചിരിക്കുന്നു, വെള്ള തേച്ച ശവക്കരകളെ കഷ്ടം, നിന്റെ അകത്തോ ചീഞ്ഞ ശവശരീരങ്ങളാകുന്നു. നീ പഴയ നിയമ പ്രവാചകന്മാരെ അവർക്ക് കല്ലറ പണിയുകയും പുതിയ നിയമ പ്രവാചകന്മാരെ കല്ലെറിയുകയും ചെയ്യുന്ന നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. മതത്തിൽ നിന്ന് മതത്തിലേക്ക് മനുഷ്യരെ ചേർത്ത് ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്ന നിങ്ങൾ, വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. സ്വത്രം പറഞ്ഞാട്ടെ. തമ്പുരാൻ പറഞ്ഞു, നിന്നെ വിടത്തില്ല, നിന്റെ പള്ളിയെ ഞാൻ വിടത്തില്ല. അപ്പോൾ ചോദിച്ചു, പള്ളിയെ എന്തോ ചെയ്യും? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല, ഇടിച്ചു പൊളിച്ചു കളയുമെന്ന് പറഞ്ഞു. സ്തോത്രം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. എൻ്റെ കർത്താവിൻ്റെ പദ്ധതി അവൻ ലോകത്തിലെ സകല ജാതികളും ദൈവത്തെ ആരാധിക്കണം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാമെന്ന ദൈവ പൈതലെ, ദൈവത്തെ സത്യദൈവത്തെ ആരാധിക്കുന്നിടത്ത് വലിയവനില്ല, അവിടെ ചെറിയവനില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇവിടെ 500 രൂപയുടെ സ്തോത്രവൻ 200 രൂപയുടെ സ്തോത്രവും ഇല്ല. ഇവിടെ 500ന്റെ സ്തോത്രം 200ന്റെ സ്തോത്രവും, ഇവിടെ എല്ലാ സ്തോത്രത്തിനും ഒരേ വിലയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്തോണം, അത് തൊണ്ടേന്ന് വരാൻ പാടില്ല, ഹൃദയത്തിൽ നിന്ന് വരണം. തൊണ്ടേന്ന് വരുന്ന സ്തോത്രത്തിന് 0 രൂപ, ഹൃദയത്തിൽ നിന്ന് വരുന്നതിന് നിറഞ്ഞ അനുഗ്രഹം. സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സവർണ അവർണ മേധാവിത്വം കൊടികുത്തി വാഴുന്ന കാലത്ത്, ആമേൻ, ജാതിയുടെ മതത്തിൻ്റെ പേരിൽ അവനവൻ്റെ ചട്ടിക്കകത്ത് വേകുന്ന ചോറുണ്ടും ആ ചട്ടക്കൂട് കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ, ആമേൻ ആമേൻ, ചണ്ടാളൻ, പ്ലവങ്കൻ, മാഗധൻ, ജഗതമൻ, സാരമേൻ, ക്ഷുദ്രൻ, വൈശ്യൻ, ശകൻ, ദാസൻ, മറവൻ, കുറവൻ, പുലയൻ, ഹിത്യൻ, മോവാബിൻ, അമോന്യൻ, ഗിർഗസ്യൻ, എബൂസ്യൻ, പെരീസ്യൻ എന്ന് വേണ്ട ജാതികളെ പല തട്ടിലാക്കി.
ആമേൻ. ആലീസിനെ ഒരു ജാതിയാക്കി, ആമിനയെ വേറൊരു ജാതിയാക്കി, ആനന്ദവല്ലിയെ വേറൊരു ജാതിയാക്കി, മത്തായി ഒരു ജാതിയാക്കി, മാധവനെ വേറെ ജാതിയാക്കി, മൈദീനെ വേറെ ജാതിയാക്കി. പക്ഷെ കർത്താവ് ആലീസിനെ, ആമിനെ, ആനന്ദവല്ലിയെ, മത്തായിയെ, മാധവനെ, മൈദീനെ, കാമാക്ഷിയെ, പൂമാക്ഷിയെ, മീനാക്ഷിയെ ഒറ്റ ജാതിയാക്കി. അവൻ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവനവൻ ഇവിടുത്തെ പലരും പേരിന്റെ പേരിൽ ജാതി തിരിച്ചപ്പോൾ, പലരും ഇവിടെ സംഘടനയുടെ ജാതി തിരിച്ചപ്പോൾ, മതത്തിന്റെ പേരിൽ ജാതി തിരിച്ചപ്പോൾ, എൻ്റെ ദൈവം കാട്ടത്തിയുടെ മുകളിലിരുന്ന സക്കായിയെ, നാട്ടത്തിയുടെ ചുവട്ടിലിരുന്ന നഥനിയേലിനെ, അർദ്ധരാത്രിക്ക് വന്ന നിക്കോദീമോസിനെ, പട്ട പകൽ വന്ന ശമരിയാക്കാരത്തിയെ, മീൻ പിടിക്കുന്ന പത്രോസിനെ, ടാക്സ് പിരിക്കുന്ന മത്തായിയെയും, പിന്നെ ഫെബിനെയും എന്നെയും പോൾ ഗോപാലനെയും നൂറുദ്ദീനെയും എന്ന് വേണ്ട, ബാബു ചെറിയാനെ, കെ സി ജോണിനെയും സുരേഷ് ബാബുവിനെയും, അല്ല ഇന്നലെ പ്രസംഗിച്ച ലാലു ഫിലിപ്പിനെ എന്ന് വേണ്ട, ലോകത്തിലെ സകലരെയും ജാതി നോക്കാതെ, നിറം നോക്കാതെ, മതം നോക്കാതെ, പണം നോക്കാതെ എൻ്റെ കർത്താവിനെ മക്കളാക്കി തീർത്ത ആ സ്നേഹത്തെ ഓർത്ത പോരാ, അതിൻ്റെ ആരാധന ഇത് പോരാ കേട്ടോ, ആ സന്തോഷം ഇത് പോരാ. നന്ദിയോട് ഹല്ലേലൂയ. ഇനി ചില കാര്യം പറയാൻ പോവാം. അപ്പൊ ഇതുവരെ പറഞ്ഞതോ, ഇതുവരെ ബീച്ചിലായിരുന്നു, നടുക്കടലിലോട്ട് പോവാ. അപ്പൊ ചോദിക്കും, ബീച്ച് നടുക്കടലിൽ നമ്മൾ എന്താ പാസ്റ്റർ വ്യത്യാസം? ബീച്ചിൽ ആള് കൂടുതലാണ്, ആഴം കുറവാണ്. നടുക്കടലിൽ ആള് കുറവാണ്, ആഴം കൂടുതലായിരിക്കും. അപ്പൊ ഇനി എൻ്റെ കൂടെ വരുന്നവരാണ് കൃപയുള്ളവർ. കാരണം ബീച്ചിൽ നിന്ന് നമ്മൾ വിടുകയാണ്, നടുക്കടലിലോട്ട് പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ എറിയാൻ അവർ കല്ലെടുത്തു. ആരെടുത്തു? നസറേത്ത് പള്ളിക്കാർ. ആരെ എറിയാൻ? നസറായനെ എറിയാൻ. ആമേൻ. നസറേത്ത്, നിനക്കൊരു പേരുണ്ടാകാൻ കാരണം ഈ നസറായന. അമ്മ എങ്ങനെ പറയാം? നഥനിയേൽ ഒരിക്കൽ ചോദിച്ചു, ഈ നസറത്തിൽ നിന്ന് വല്ല നന്മയും? അമ്മേൻ. ഒന്ന് പറയട്ടെ, ചില സ്ഥലത്തിൻ്റെ പേര് കേട്ടാൽ ചില അപ്പനമ്മമാർ പറയും, അവിടുന്ന് ആ പെണ്ണെങ്കിൽ വേണ്ട, ചെറുക്കൻ അവിടുന്നാണെങ്കിൽ വേണ്ട. കാരണം സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേ പറയും, അങ്ങോട്ട് എൻ്റെ പെണ്ണിനെ വിടുന്നില്ല. എന്താ അത്ര സുഖം അവിടെ ചെന്ന? ഇന്ന് രാത്രി ഇവിടെ നസറേത്തിന്ന് ആരും ഒരു പെണ്ണെടുക്കത്തില്ല, ആരും ഒരു ചെറുക്കനെ കൊടുക്കത്തില്ല. എന്താ കാര്യം? അതിനകത്തൊരു നന്മ കാണുകയില്ല. അങ്ങനെ ഒരു നന്മയുമില്ലാതെ എല്ലാവരും ചവച്ചു തുപ്പി ആമേൻ വലിച്ചെറിഞ്ഞ ആ നസറേത്ത് ലോകം മുഴുവനും പ്രസിദ്ധമാകുവാൻ, ആ നസറേത്തിന് പേരുണ്ടാകാൻ എന്താ കാരണം? എൻ്റെ കർത്താവ് അവിടെ വന്നതാ. എനിക്കൊന്ന് ആരാധിക്കണം. നിങ്ങൾ ആരാധിച്ചാലും ഇല്ലെങ്കിൽ എനിക്കൊന്ന് ആരാധിക്കണം. അതിന് ഞാനൊരു ദൂത് പറയാൻ പോവാ. വായിക്കും മത്തായി 2:23. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ഒരു പ്രവചനമാ, ഒരു ദൂതാ. 2:23. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും. എല്ലാവരും ശ്രദ്ധിക്കുക. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും. നസറായൻ എന്ന് വിളിക്കപ്പെടുവാൻ എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. അവൻ നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക, തല ഉയർത്തി പിടിച്ചാട്ടെ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. യേശു നസറേത്തുകാരൻ അല്ല. യേശു ജനിച്ചത് നസറേത്തിലും അല്ല. നസറേത്തിന് അഭിമാനിക്കാൻ ഒന്നുമില്ല. പിന്നെ അവൻ നസറേത്തിൽ ചെന്ന് പാർത്തു. ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ചിട്ട് പറ, എൻ്റെ ഉള്ളിൽ അവൻ വന്നു പാർത്തതാണ് എൻ്റെ അനുഗ്രഹം. ആ നസറായൻ എൻ്റെ ഉള്ളിൽ വന്ന് പാർത്തത് കൊണ്ട് എനിക്കിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ, ഒരു നന്മ എനിക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വാക്ക് എനിക്ക് പറയാൻ കഴിയുന്നെങ്കിൽ, ഒരു പാട്ട് എനിക്ക് പാടാൻ കഴിയുന്നെങ്കിൽ, ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി പറ, ആ നസറായൻ എൻ്റെ അകത്ത് വന്നതുകൊണ്ട്
എന്റെ ഉള്ളിൽ വന്ന് പാർത്തത് കൊണ്ട് ഈ ഓഡിറ്റോറിയം മുഴുവൻ ഇന്ന് രാത്രി പറ, ആ നസ്രായൻ, ആ നസ്രായൻ, ആ നസ്രായൻ, ആ നസ്രായൻ എന്റെ ഉള്ളിൽ വന്ന് പാർത്തത് കൊണ്ട്. പുകഴാൻ വേറൊന്നുമില്ല, ഒന്നുമില്ല പുകഴാൻ, ഒന്നും പുകഴാനില്ല. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, ഓ എൻ്റെ ജീവിതത്തിലെ ഒരു നന്മയുമല്ല. ആമേൻ. കെ അബ്രഹാമിന് ഇത് പറയാൻ 1000 നാക്ക. ആമേൻ. രാവിലെ 9 കിലോമീറ്റർ നടക്കും, വൈകിട്ട് സ്കൂൾ വിട്ട് 9 കിലോമീറ്റർ നടക്കും. 18 കിലോമീറ്റർ നടന്നാണ് 8, 9, 10 3 ക്ലാസ് പഠിച്ചേ. ചിദംബരം പിള്ളൈ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പീരുമേട്. ഞാൻ 9 പഠിക്കുമ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ ചിത്രം പത്രത്തിൽ വന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും അത്ര ഫേമസ് ആയിരുന്നു. അതെ, എന്തിനാ പത്രത്തിൽ വന്നേ? 10ാം ക്ലാസ്സിൽ എല്ലാവരും തോറ്റ സ്കൂൾ. ഞാനന്ന് 9ലായിരുന്നു. 91 പേര് SLC എഴുതി, 91 പേരും തോറ്റു. അപ്പോഴാണ് എല്ലാവരും തോറ്റ സ്കൂളിൻ്റെ പേരും പടവും എവിടെ വന്നു? പത്രത്തിൽ വന്നു. അന്ന് ഞാൻ 9ലാണ്, 10ലോട്ട് ജയിച്ചു. ഞങ്ങളുടെ ബാച്ച് 51 പേർ. എൻ്റെ വർഷം എല്ലാവരും തോറ്റതിൻ്റെ പിറ്റേ വർഷം. ടെൻഷൻ ഉണ്ടോ ഇല്ലയോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അന്ന് പഠിച്ച എൻ്റെ ടെൻഷനൊന്ന് ഓർക്ക്. ആമേൻ. സതീഷ് സാറ് എൻ്റെ SLC വർഷം 47 പേര് ഫെയിൽ, 4 പേര് ജയിച്ചു. അതിലൊന്ന് കെ അബ്രഹാം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ മാർക്ക് കേൾക്കണോ? 213. ജയിക്കാൻ 210 മതി. 3 മാർക്ക് കൂടുതലിട്ട സാറിനെ ഞാൻ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നെങ്കിലും ഞാൻ കാണും അദ്ദേഹത്തെ, എവിടെ വെച്ചെങ്കിലും ഞാൻ കാണും. യോഗ്യത ഒന്നും പറയാനില്ല, ഒരു യോഗ്യതയും പറയാനില്ല, വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത പറയാനില്ല. പിന്നെ ശരീരത്തിൻ്റെ അളവ്. 19ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ഉപ്പാപ്പൻ എന്നോട് പറഞ്ഞു, നീ എങ്ങനെങ്കിലും ഗുജറാത്തിൽ വരാമെങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലെ ഹവിൽദാറോടും സുബേദാറോടും പറഞ്ഞ് നിനക്കൊരു ജോലി മേടിച്ചു തരാം. 10ാം ക്ലാസ് പാസ്സായി നിൽക്കുക, ഇച്ചിരി എക്സസൈസൊക്കെ ചെയ്ത് അത്യാവശ്യം മസിലൊക്കെ ഒന്ന് പെരുപ്പിച്ച് പട്ടാളത്തിൽ പോലെ അങ്ങനെ നല്ല എക്സർസൈസൊക്കെ ചെയ്ത് രാത്രിയും വൈകിട്ടും എക്സർസൈസ് ചെയ്ത് മസിലൊക്കെ റെഡിയാക്കി ഞാൻ പോയി. അവിടെ ചെന്നപ്പം ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇരിക്കുകയാണ്, എന്നെ കൊണ്ട് നിർത്തി. അവർ പറഞ്ഞു, ആത്മീ ദേഖ്നെ കെ ലിയേ അച്ഛാ ഹൈ, കാണാൻ വലിയ തെറ്റില്ല. താക്കത്ത് ശരീർ ബറാബർ ഹൈ, ശരീരം വലിയ കുഴപ്പം ഇല്ല. പഠന SLC പാസ് ഹേന ഓ ബി അച്ഛാ ഹൈ, അതും കുഴപ്പമില്ല. ലംബ കമ്മ. നിങ്ങൾക്കല്ലോ മനസ്സിലായോ? ഇങ്ങനെ ചുമ്മാ കിടന്ന് ചിരിക്കുന്ന എനിക്ക് നീളം കുറവാന്ന് പറഞ്ഞ എൻ്റെ ഒരു സന്തോഷം കണ്ടോ? ലംബ 3 ഇഞ്ച് കമ്മ. എത്ര ഇഞ്ചാ കുറവ്? നിങ്ങൾക്കൊന്നും തോന്നല്ലോ, ബുദ്ധിയില്ലാതൊന്നും പറയാല. അന്ന് എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ ഫാദറിനോടൊരല്പം ദേഷ്യം തോന്നി. കാരണം ഞാൻ ജനിച്ചപ്പോൾ പുള്ളി ഒരു 3 ഇഞ്ച് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ. എനിക്കറിയില്ലല്ലോ, ഞാൻ വിചാരിച്ച അലൂമിനിയം പാത്രമൊക്കെ ഉണ്ടാക്കുന്ന പോലെ പുള്ളി. അവസാനം ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ വീട്ടിലിപ്പുണ്ട്. എനിക്ക് 2 പിള്ളേർ ജനിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. തമ്പുരാൻ തരുന്നതല്ലേ. ഇനി അടുത്തത് പറയുമ്പോഴാണ് നിങ്ങളുടെ കണ്ണ് നിറയാൻ പോകുന്നത്. എനിക്ക് 3 ഇഞ്ച് കൂടെ അന്ന് പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആസാമി തോക്കും പിടിച്ചുകൊണ്ട് നിന്നേനെ. 3 ഇഞ്ച് കുറവായതുകൊണ്ട് തിരുവനന്തപുരത്ത് മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുക, യേശുവിനെ പ്രസംഗിക്കാൻ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നിന്റെ കഴിവിനേക്കാൾ, നിന്റെ അറിവിനേക്കാൾ, നിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ എൻ്റെ ദൈവം സ്നേഹിച്ചത് നിന്റെ ബലഹീനതയാ, നിന്റെ കുറവുകളാ. ഓ, ഇന്ന് രാത്രി സന്തോഷിക്കുക, ഇന്ന് രാത്രി സന്തോഷിക്കുക. പറ, ആ നസ്രായൻ, ആ നസ്രായൻ. ഇന്ന് രാത്രി പറ, ആ നസ്രായൻ എന്റെ അകത്ത് വന്നതുകൊണ്ട്, ആ നസ്രായൻ എന്റെ അകത്ത് വന്നു.
അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാൻ കഴിയുന്നെങ്കിൽ, ഈ ശബ്ദത്തിൻ്റെ ഉടമ എൻ്റെ നസ്രായനാ, ഈ ആരോഗ്യത്തിൻ്റെ ഉടമ എൻ്റെ നസ്രായനാ, ഈ വാക്കുകളുടെ ഉടമ എൻ്റെ നസ്രായനാ. ഏതെങ്കിലും പോസ്റ്ററിൽ എൻ്റെ ഫോട്ടോ വന്നെങ്കിൽ, ഏതെങ്കിലും ഫ്ലെക്സിൽ എൻ്റെ ഫോട്ടോ വന്നെങ്കിൽ, അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ, അതിൻ്റെ എല്ലാം കാരണം ആ നസ്രായൻ, ആ നസ്രായൻ. കുഞ്ഞെ, മോളെ, അവൻ മാതാവേ, നിന്റെ ശരീരത്തിൻ്റെ ഷേപ്പോ, നിന്റെ മുഖത്തിൻ്റെ നിറമോ, നിന്റെ വീടിൻ്റെ ഘടനയോ, ഓലപ്പുരയാണോ, ഓടിട്ട വീടാണോ, വാർത്തതാണോ, അതൊന്നും നോക്കിയിട്ടല്ല എൻ്റെ യേശു നിന്നെ സ്നേഹിക്കുന്നേ. ഇന്ന് രാത്രി നന്ദിയുള്ളൊരു ഹൃദയം നിനക്കുണ്ടാകട്ടെ, നന്ദിയുള്ളൊരു ഹൃദയം നിനക്കുണ്ടാകട്ടെ, നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാകട്ടെ. എൻ്റെ യേശു എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നന്ദിയുള്ളൊരു ഹൃദയം, നന്ദിയുള്ളൊരു ഹൃദയം. ഈ ഒറ്റപ്പകൽ ഇന്ത്യയിൽ മാത്രം ഒരു ഏകദേശ കണക്കാണ്, കറക്റ്റല്ല, ഏകദേശം 5000 പേർ 24 മണിക്കൂറിനുള്ളിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശ കണക്കാണ്. ആമേൻ. ഇന്ത്യയിൽ കേരള സ്റ്റേറ്റിൽ മാത്രം ഒരു ഏകദേശം ഒരു ആവറേജ് കണക്ക് പറയുന്ന 126,000 വാഹന അപകടങ്ങൾ 14 ജില്ലകളിലായിട്ട്, ചെറുതും വലുതും. അതിൽ കണ്ണുപോയവർ, കൈപോയവർ, കാലുപോയവർ, ആമേൻ, ശ്വാസോച്ഛ്വാസം കിട്ടാത്തവർ, 48 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇട്ടിരിക്കുന്നവർ, ഐസിയുവിൽ സിസിയുവിൽ എത്ര പേർ. എന്നാൽ നീ വണ്ടി ഓടിച്ചില്ലേ, നീ വണ്ടിയെ കയറിയില്ലേ, നീ ബൈക്ക് ഓടിച്ചില്ലേ, നീ ഓട്ടോയിൽ കയറിയില്ലേ, നീ യാത്ര ചെയ്തില്ലേ, പക്ഷെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിന്നെ പരിപാലിച്ച ദൈവത്തെ പോരാ കേട്ടോ, പോരാരാധിക്കുക, പോരാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ആമേൻ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറ, എത്ര അനുഗ്രഹിക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞാട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട രാത്രി, എത്ര അനുഗ്രഹ ബ്ലസ്സഡ് നൈറ്റ്. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം, എത്ര രാത്രി നമ്മൾ കരഞ്ഞ് വിഷമിച്ചിട്ടുണ്ട്. ടെൻഷനായിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ ഇരുന്ന് പോയ എത്ര രാത്രികളുണ്ട്. എല്ലാവരും ഓരോ തലങ്ങളിൽ, ആമേൻ, ഓരോ മേഖലയിൽ. ശരിയല്ലേ? ഈ രാത്രി എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടിയാൽ മതി എന്നോർത്ത രാത്രിയില്ലേ ഉണ്ട്. ആമേൻ. നമ്മുടെ തലകണ വർത്താനം പറയാൻ കഴിയുന്ന തലകണയായിരുന്നെങ്കിൽ, ആമേൻ, ആമേൻ, ദൈവാത്മാവിനോട് ദൂത് സംസാരിക്കുന്നുണ്ട്. ആമേൻ. നിന്റെ തലകണയ്ക്ക് വർത്താനം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ, ആമേൻ, നീ ആ തലയണയിൽ മുഖമമർത്തി മരിക്കണമെന്ന് നിന്റെ വാഗോട്ട് പറഞ്ഞത് സ്വർഗം കുറിച്ചിട്ടിട്ടുണ്ട്. ആമേൻ. പക്ഷേ തമ്പുരാൻ നിന്നെ കൊല്ലാനല്ല, ജീവിപ്പിക്കുന്ന ശക്തി, ബലപ്പെടുത്തുന്ന ശക്തി, ധൈര്യപ്പെടുത്തുന്ന ശക്തി, ഉള്ളിൽ ബലം പകരുന്ന ശക്തി, എല്ലാ നിരാശകളും മാറിപ്പോകുന്ന ശക്തി, ആത്മാവിന്റെ ശക്തി, ദൈവ കൃപയുടെ വ്യാപാരം. നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ. ഞാൻ ആരെയും, ദൈവം എന്നെ അങ്ങനൊരു അനുഗ്രഹത്തിലൂടെ നടത്തിയപ്പം ദേവദാസി, ഞാൻ ആരെയും കുറച്ച് കാണില്ല. ഒരു ബസ്സിൽ യാത്ര ചെയ്താലും, ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒത്തിരി ചർച്ച ചെയ്യുന്നവരാ. അവരാരും ആയിക്കോട്ടെ, ഞാൻ അവരെ കുറച്ച് കാണില്ല. എനിക്കറിയാം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഭാരങ്ങളുണ്ടാവും. ഞാൻ ഒരു സംഭവ കഥ പറയാം.
ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു ട്രെയിൻ. നിറച്ചാളുണ്ട്, മലയാളികൾ, നിറച്ച് മലയാളികളാണ്. ചില ഗുജറാത്തികളൊക്കെ തേക്കടിക്കോ കോവളത്തിനൊക്കെ വരുന്ന കുറച്ച് ടൂറിസ്റ്റുകളും. ഒരു 30 വയസ്സ് പ്രായം വരുന്ന, 30-32 വയസ്സ് പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു 6 months അല്ലെങ്കിൽ 7 months അത്രയും പ്രായമുള്ളൊരു കുഞ്ഞിനെ, ആ കുഞ്ഞിനെ ഇങ്ങനെ കൊടുത്തോണ്ട് കോറിഡോറിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുഞ്ഞ് നല്ല കരച്ചിലാണ്. മലയാളികളല്ലേ, ഇംഗ്ലീഷുകാരോ അല്ലായിരുന്നെങ്കിൽ പിന്നെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത സ്വന്തം കാര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നവരാണ്. ആൾക്കാർ ചോദിച്ചു, എന്താ കുഞ്ഞ് കരയുന്നേ? ഒന്നുമില്ല, വിശന്നിട്ടാ. പുള്ളി പറയണം, വിശന്നിട്ടാ. ഇതിൻ്റെ അമ്മ എന്തേ? അമ്മ ട്രെയിനിലുണ്ട്. എന്നാൽ അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോകും. ഇപ്പോഴത്തേക്കങ്ങ് വലിയ വലിയ പുള്ളികളൊക്കെ അമ്മ ഈ ട്രെയിനകത്തുണ്ട്, അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോകും. ഉടനെ പുള്ളി ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങ് പോയി. അടുത്തതിലോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതുവരെ അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തില്ലേ? ഞങ്ങൾ അപ്പോഴത്തേക്ക് അങ്ങ് സമയം അങ്ങ് പോയി. കൊച്ചു കരയാ. ചോദിച്ചു, ഞങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാം, ഇയാൾ ഈ കുഞ്ഞിൻ്റെ അപ്പനാണോ? ഞാൻ പറഞ്ഞു, അതെ. ഇവിടെ കുഞ്ഞിൻ്റെ അമ്മ എന്തിയേ? ഈ ട്രെയിനിലുണ്ട്. ഇവിടെ താൻ കുറേ നേരമായിട്ട് പറയാണ് ഈ ട്രെയിന് കൊണ്ടു കൊടുക്കണോ? അയാൾ വാവിട്ട് കരഞ്ഞു. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ വെച്ച് ക്യാൻസർ രോഗത്താൽ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി. ആ ഡെഡ് ബോഡി ഈ ട്രെയിനിലുണ്ട്. അതും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരിക. അമ്മ ഈ ട്രെയിനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കള്ളമല്ല. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് അമ്മയെ കാണിക്കാൻ പറ്റുകയില്ല. ഈ കുഞ്ഞിനെ അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ നടക്കുക. കാരണമറിയാതെ ആരെയും ശാസിക്കരുത്. കാരണമറിയാതെ ആരെയും നീ കുറ്റം വിധിക്കരുത്. കാരണമറിയാതെ ആരെയും നീ ഒന്നും പറയരുത്. നിന്റെ അടുത്തിരിക്കുന്നവർ വേദന കടിച്ചമർത്തിയായിരിക്കും ഇരിക്കുന്നത്. ഒരുപാട് സങ്കടപ്പെട്ടായിരിക്കും യോഗത്തിന് ഓടി വന്നത്. അവളുടെ വേഷവിധാനം കണ്ടിട്ട് നീ അവളെ വിലയിരുത്തരുത്. അവൾ നട്ടിരിക്കുന്ന നല്ല വേഷത്തിനകത്ത് കണ്ണുനീരിനകത്ത് കുതിർന്ന ഒരു കഥയുണ്ടാകും അവൾക്ക്. അവൾ ഇട്ട വേഷം കൊണ്ട് മനുഷ്യനെ വിലയിരുത്തുന്നവരും കണ്ട മുഖം കൊണ്ട് വിലയിരുത്തുന്നവരും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നീ മറ്റുള്ളവരുടെ മുഖം കഴുകുന്നതിന് മുമ്പ് നിന്റെ കണ്ണ് കഴുകുന്നതാണ് നല്ലത്. മുഖം കഴുകാൻ ഒരു മഗ് വെള്ളം വേണം, കണ്ണ് കഴുകാനാണെങ്കിൽ കണ്ണുനീര് മതി. എത്ര പേർക്ക് ഞാൻ പറഞ്ഞൊരർത്ഥം മനസ്സിലായി? കണ്ണുനീര് കൊണ്ട് നിന്റെ കണ്ണ് കഴുകിയാൽ നീ ഇഷ്ടമില്ലെന്ന് പറയുന്നവരുടെ മുഖത്തിന് നല്ല സൗന്ദര്യം കിട്ടുമോ? എത്ര പേർക്ക് ദൂതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്ന രാത്രി പരിശുദ്ധാത്മാവിലൊന്ന് സ്തുതിക്കുക. എന്താ ഞാൻ പറഞ്ഞു വരുന്നേ? നസ്രായന്റെ മനസ്സ് നസ്രേത്തുകാർക്ക് മനസ്സിലായില്ല. ഈ നസ്രത്തിനൊരു പേരുണ്ടാകാൻ. എന്തായിരുന്നു നിന്റെ പഴയ പേര്? എന്തായിരുന്നു നിന്റെ പഴയ പേര്? നിഷ്ഠൂരൻ, കൊലപാതകൻ, ദുഷ്ടൻ, മദ്യപാനി, അന്യാരാധനക്കാരൻ, പാവി. പഴയ പേര്, നമ്മുടെ പഴയ പേര്. പക്ഷെ അറിവില്ലായ്മയുടെ കാലത്ത് അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ ഈ കസേരയിലിരിക്കുക. ഇന്ന് ഞാനിവിടെ വചനമായിട്ട് നിൽക്കുക. ഒന്ന് നല്ലപോലെ ദൈവത്തെ സ്തുതിക്കുക. സമയമില്ല, നമ്മളൊക്കെ പാടും. ഞാൻ പാടുന്നില്ല, ആമേൻ, പാടും. പക്ഷെ എത്ര പേര് ആലോചിച്ച് പാടുന്നുണ്ട്? അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. ആമേൻ. അന്ന് നീ മരിച്ചിരുന്നെങ്കിൽ നിത്യ നരകത്തിൽ നീ പോകുമായിരുന്നു. എന്തുകൊണ്ടാ? തന്നു നിൻ കൃപാദാനം എന്നിൽ ചൊരിഞ്ഞിടുവാൻ നിന്നാത്മശക്തിയാല്
നിത്യം ജീവിച്ചിടുവാൻ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാട്ടുകൾക്ക് ഭയങ്കര ജീവനാകട്ടോ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി അറിയാതെ കരഞ്ഞു പോകും. ആമേൻ. ഈ അടുത്ത ദിവസമൊക്കെ ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന 4 ലൈനാണ്. ചങ്കുപോലും തുറന്നെനിക്കായി രക്തം ധാരയായി ചിന്തിയോനെ എന്റെ പാപച്ചുമേടൊഴിച്ച പൊന്നുനാഥനെ വാഴ്ത്തിയിടുന്നേ. പഴയ പാട്ടാ, പപ്പായും മമ്മിയൊക്കെ പണ്ട് പാടിയിട്ടുള്ള പിറ്റി വായിച്ച്. എന്നെ ചേർപ്പാൻ വന്നവനെ നിന്റെ സ്നേഹത്തെ വിട്ടോടി ഞാൻ. പഴയ പാട്ടാ. ഈ പാട്ടൊക്കെ എഴുതിയവർ മരിച്ചുപോയി, പക്ഷെ പാട്ട് കൃപയാൽ ജീവിച്ചിരിപ്പുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോവുക. നസ്രത്തുകാർ നസ്രായനെ തിരിച്ചറിഞ്ഞില്ല. ഇനി ഞാൻ ഒരു സെന്റൻസ് പറയുമ്പം ആർക്കും ഒന്നും തോന്നല്ല, ഒരു മുൻകൂർ ജാമ്യം എടുത്ത് പറയുക. കാര്യം പറയുന്ന സത്യമാ എങ്കിലും അത് പറയാമോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അതുകൊണ്ടാണ് നസ്രത്തുകാർ നസ്രായനെ തിരിച്ചറിഞ്ഞില്ല, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അവർ സംഘടനകളെ സ്നേഹിച്ചു, അവർ നേതാക്കന്മാരെ സ്നേഹിച്ചു, അവർ പണത്തെ സ്നേഹിച്ചു, അവർ ദേവാലയങ്ങളെ സ്നേഹിച്ചു, അവർ കൊടിമരങ്ങളെ സ്നേഹിച്ചു, അവർ ഭയങ്കരമായ പദ്ധതികളും പ്രോഗ്രാമുകളും തയ്യാറാക്കി. പക്ഷെ ഇതിനിടയിൽ ആരെ മറന്നുപോയി? പറ. ക്രിസ്തുവിനെ മറന്നുപോയി. ക്രിസ്തുവില്ലാത്ത സെലിബ്രേഷൻ, ക്രിസ്തുവില്ലാത്ത കൺവെൻഷൻ, ക്രിസ്തുവില്ലാത്ത പ്രോഗ്രാമുകൾ, ക്രിസ്തുവില്ലാത്ത ആഡംബരങ്ങൾ. ഓ നസ്രത്ത്, നസ്രായനില്ലാത്ത എന്ത് നസ്രത്ത്? ആമേൻ, ആമേൻ. സമയമില്ല, ഒരു 3 വാക്യം മാത്രം പറഞ്ഞ് ഹൂ ഈസ് ക്രിസ്ത്യൻസ്. ബൈബിളിൽ ക്രിസ്ത്യാനി എന്ന് 3 സ്ഥലത്തെ എഴുതിയിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 11:26, അപ്പോസ്തല പ്രവൃത്തി 26-28, 1 പത്രോസ് 4-16 വാക്യം. അവർ സംവത്സരങ്ങളായി ദൈവത്തെ ആരാധിക്കുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് 1-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ വച്ച് ക്രിസ്ത്യാനികൾ എന്ന പേര് കിട്ടി. ആമേൻ. അപ്പം ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താ? അവർ ദൈവത്തെ ആരാധിക്കുന്നവരാ. 2, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാ. ക്രിസ്ത്യാനിയെ ഒരു ജാതി വന്ന് ഉപദേശിക്കാനിടയാകല്ല്. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് ഒച്ചയും ബഹളവും ഒന്ന് താഴത്തെ വീട്ടുകാർ വന്ന് ചോദിക്കാനിടയാകല്ല്. അവരുടെ പേര് ക്രിസ്ത്യാനി എന്നല്ല. ക്രിസ്ത്യാനിയുടെ ജോലിയാണ് മറ്റുള്ളവരെ. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഉപദേശി എന്ന് പേരിട്ട്. ഇപ്പം ചിലർ ഒരക്ഷരം കുറച്ചാണ് വിളിക്കുന്നത്, ഊദേശി എന്നാണ് വിളിക്കുന്നത്. ഏതക്ഷരമില്ല, പ. അതാണ് ഉപദേശിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പ ചുരുട്ടി വെച്ചതോടുകൂടി വിളിക്കുന്നവരുടെ പായും പോയി. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ന് പാ നിവർത്തിടുവോ അന്നേ ഉപദേശിയാകത്തുള്ളൂ. അതുവരെ നീ ഊദേശിയായിരിക്കും. സ്തോത്രം പറഞ്ഞിരുന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാ നല്ല ഐറ്റംസൊക്കെ നാളത്തേക്ക് വെച്ചിരിക്കുകയാണ്, നാളെ രാത്രിയിലത്തേക്ക്. ഇന്നൊരു പൈലറ്റ് വണ്ടിയാണ് പോകുന്നത്. പ്രൈസലോ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ഇരിക്കുന്നവരോട് ഇന്ന് കേട്ടത് പോയി പറഞ്ഞിട്ട് നാളത്തെ, ആമേൻ, ഹല്ലേലൂയ, കേൾക്കാനായിട്ട് വിളിച്ചുകൊണ്ടാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതാണ് ക്രിസ്ത്യാനി എന്നുള്ള 1-ാമത്തെ പദം അപ്പോസ്തലർ 11:26. 2-ാമത്തെ പദം കിടക്കുന്നത് ക്ലൗദ്യോസ്, രാജശ്രീ, ലൂസിയാസ്, ഫേലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പ, ബെർണിക്ക, ദ്രുസില്ല, തെർത്തുല്യൻ, അനന്യാസ് തുടങ്ങിയ വമ്പന്മാർ ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ പലകയ്ക്കകത്ത് ദ്വാരമിട്ട് ആമമുണ്ടാക്കി അതിൽ കാലിറക്കിയിട്ട് കൈകളിൽ ചങ്ങലയിട്ട് പൂട്ടി പൗലോസിനെ കൊണ്ടുവരിക. ഓ ആമേൻ. സത്യത്തിൽ ഇതിനൊക്കെ ഭയങ്കര മ്യൂസിക്കോട് കൂടിയാണ് വരേണ്ടത്. പൂട്ട് സാരില്ല. ഈ കാല് പലക ആമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആമം
ഈ ഭീമാപ്പള്ളി പോയാൽ അത് കാണാം, ഈ കാലയിലൊക്കെ ചങ്ങലയിട്ടിട്ട് തടിക്കകത്ത് കിഴിച്ചിട്ടിരിക്കുക. ഈ തടി ഇങ്ങനെ വലിച്ചോണ്ട് വേണം നടക്കാൻ. പൗലോസിനെ ആമത്തിലിട്ടിരിക്കുക, കൈ ചങ്ങലയിൽ. ഇരിക്കുന്നതാരാ? രാജാവായ അഗ്രിപ്പ, അവൻ ബെർണിക്ക ഭാര്യ ദൃശ്യില്ല, ഫെസ്തോസ്, ഫേലിക്സ്, അവൻ മഹാപുരോഹിതൻ എല്ലാം ഇരിക്കുക. അവിടെ വന്നു പൗലോസ് അവിടോട്ട് വന്നിട്ട് ഒറ്റ ചിരിയാ. ഇപ്പം ചോദിക്കും, പാസ്റ്റർ കേട്ടോന്ന്. പിന്നെ ഇതൊക്കെ കേട്ടില്ലേ, പിന്നെ ഇതൊക്കെ അല്ലേ ഒരു കൃപ. അമ്മേൻ, കൃപയുള്ളവൻ അവിടെ വന്നൊന്ന് കരയുമോ? എനിക്കെങ്ങാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ജീവിക്കുകയല്ല, ഞാൻ താലകുത്തി മറിഞ്ഞേനെ അവിടെ. നമുക്കിനി പൗലോസ് വിളിക്കാം. പൗലോസേ, ഇത്രയും വലിയ പുള്ളികൾ നിന്നെ ശിക്ഷിക്കാനുള്ളവരാണ് ഇരിക്കുന്നവർ. ഇവരുടെ എല്ലാം മുമ്പിൽ വന്നിട്ട് നിനക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നി? പൗലോസിന്റെ മറുപടി, എനിക്ക് ആമത്തിൽ കിടന്നാണേലും ചങ്ങലയിട്ടാണേലും ഈ വൃത്തികെട്ടവന്മാരോട് സുവിശേഷം പറയാൻ ഒരു അവസരം കിട്ടിയ സന്തോഷം കൊണ്ട് അങ്ങ് ചിരിച്ചത്. ഒന്ന് കൈയടിക്കുന്നത്. മന്ത്രിമാർ, പോലീസ് സൂപ്രണ്ടുമാർ, ജഡ്ജിമാർ, ഇവരോടൊക്കെ സുവിശേഷം പറയാൻ താല്പര്യമുള്ളവർ കരമെടുത്ത് പിടിച്ചാട്ടെ. ധൈര്യമായിട്ടിരിക്കുക. ഒരു വിലങ്ങ് കാണുമെന്നുള്ളതേ ഉള്ളൂ. അവസരം ദൈവം തരും. സന്തോഷത്തോടെ കൈയടിച്ച് ദൈവത്തെ ഒരു വിലങ്ങ്. അന്നേരം ചിലരൊക്കെ അങ്ങ് താഴോട്ടങ്ങ്. അമേൻ. ദൈവം ഒരു അവസരം. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. അമേൻ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാം. അവൻ എൻ്റെ ഭാര്യയെ ഞാൻ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. അവൾ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, പുറകിന് ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. പ്രസംഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ. പ്രൈസ് സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. ആമേൻ, ആമേൻ. അപ്പോൾ പൗലോസ് ആ സദസ്സിൽ തന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. സ്വർഗീയ ദർശനത്തിന് ഞാൻ ഇതേവരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഒന്ന് കുറയെ 40 അടി 5 വട്ടം, കോലിനാലുള്ള അടി, ദാഹം, വിശപ്പ്, ജയിൽവാസം, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, 8 ആപത്താ മൊത്തം. അവസാനം ഒരു ആപത്ത് പറഞ്ഞു, കള്ള സഹോദരന്മാർ. തിരുവത്താഴം തിന്നേച്ച് വൃത്തികേട് കാണിച്ചമാരിയാ. ഇതൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ നല്ല കൃപയുള്ളവരിക്കുമ്പം ഇതിനിടയ്ക്ക് അതൊന്നും പറയുന്നില്ല. എന്നിട്ട് പൗലോസ് പറയാ, ഇതെല്ലാം ഞാൻ അനുഭവിച്ചെങ്കിലും സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറഞ്ഞപ്പം അഗ്രിപ്പ പറയാ 26-28, പൗലോസേ, ഞാൻ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാകുമോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? പൗലോസേ, നീ സാക്ഷ്യം ഇങ്ങനെ തുടർന്ന് പറഞ്ഞ ഞാനത് കേട്ട ഞാൻ അറിയാതെ ഉപദേശിയായി പോകും. ഞാൻ ആളിൻ്റെ പേരൊന്നും പറയത്തില്ല. ഈ ബ്രാറ്റൺ ഹിൽ അല്ലേ സ്ഥലത്തിൻ്റെ പേര്? ബാറ്റൺ ഹിൽ. അവിടെ ഞാൻ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാം. ദേവദാസമുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരുപാട് കേസുകളിൽ പ്രതിയായ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആ യോഗത്തിൽ കൊണ്ട് വിട്ടിട്ട് അദ്ദേഹം കാറിൽ ഇരുന്നു. അന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചത് മരണവും മരണാനന്തര ജീവിതവും എന്ന പ്രസംഗം. അപ്പം അദ്ദേഹത്തോട് ആ പാസ്റ്റർ ചോദിച്ചു, സാറേ പ്രസംഗം കേട്ടോ? അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ പത്രത്തിലൊക്കെ ഒത്തിരി വന്നതുകൊണ്ട് നിങ്ങൾ അറിയും, അതുകൊണ്ടാണ് പറയാത്തത്. കേട്ടോ? ഉടനെ പറഞ്ഞു, ഈ പുള്ളിയുടെ പ്രസംഗം ഒരു 5 പ്രാവശ്യം കേട്ട, അതുകൊണ്ട് നാളെ ഞാൻ വരികയെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. അമ്മാൻ, ഞാൻ ആ പേര് വെച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹം വരും. ആമേൻ. സ്വത്രം സ്വത്രം. ഈ വിയറ്റ്നാം യുദ്ധം നടക്കുമ്പോഴേ ഈ ബോംബും ബഹളവും ഭയങ്കര പുകയും വെടിയൊക്കെ ആയപ്പം ഈ കാറിനകത്ത് കയറി ഒരാളിങ്ങനെ യാത്ര ചെയ്യുക, ചില്ലൊക്കെ ഇട്ട് പുറത്തെ ഒന്നും അറിയാതെ യാത്ര ചെയ്യുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വയൽ, അവിടെ ഒരു മനുഷ്യൻ നിന്ന്, കാറുമില്ല ഒന്നുമില്ല, വിതയ്ക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു. ഇങ്ങനെ വളരെ ചിന്തിപ്പിച്ചു. ഇദ്ദേഹം അവിടെ കാർ നിർത്തിയിട്ട് അയാൾ വിളിച്ച ഫാർമർ, ആ കർഷകനെ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ യുദ്ധം നടക്കല്ലേ? അതെ. വെടിയും പുകയൊക്കെ അല്ലേ? അതെ. ഞാൻ കാറിൻ്റെ ചില്ല് വരെ ഇട്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നത്, താൻ എങ്ങനെ അവിടെ ഇവിടെ നിന്നുകൊണ്ട് വിതയ്ക്കുന്നത്? ഉടനെ പറഞ്ഞു, വെടിയൊക്കെ അങ്ങനെ നടക്കും, വിതയ്ക്കുകയാണെങ്കിൽ വെടിയൊക്കെ തീരുമ്പം 4 കതിരുണ്ടാക്കുമല്ലോ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഇവിടെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ അടിയന്തരാവസ്ഥയും വെടിയും പുകയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളങ്ങ് വിതയ്ക്കുക.
ഞങ്ങളങ്ങ് വിതയ്ക്കുക. കാരണം വെടിയും പുകയൊക്കെ നാളെ തീരും, പക്ഷെ വിതച്ചത് മുളയ്ക്കും. ഈ വെടിയുടെ ഇടയിൽ, ഈ ബഹളത്തിനിടയിൽ, ഈ കർഫ്യൂവിനിടയിൽ, ഈ 144-ഇടയിൽ, ഈ ബോംബേറിൻ്റെ ഇടയിൽ, ഈ ലാത്തിച്ചാർജിൻ്റെ ഇടയിൽ ഞങ്ങളങ്ങ് വിതയ്ക്കുക. സമാധാനത്തിൻ്റെ വിത്ത് ഞങ്ങളങ്ങ് വിതയ്ക്കുക. ആമേൻ, ആമേൻ. യുദ്ധം തീർന്നിട്ട് വിതയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ സിസ്റ്ററെ? ഈ യുദ്ധം തീരുമ്പോൾ അടുത്തത് തുടങ്ങുമെന്ന്. ആമേൻ. ഈ യുദ്ധം തീരുമ്പം കുഞ്ഞെ, മൊബൈൽ ഫോണിനകത്ത് സിം കാർഡ് ഇടാത്തിടത്തോളം കാലം നോട്ട് റീച്ചബിൾ എന്ന് കേട്ടുകൊണ്ടിരിക്കും. ഈ ബഹളം തീരണമെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് മനുഷ്യരാകുന്ന മൊബൈൽ ഫോണിനകത്ത് യേശുക്രിസ്തു എന്ന സിം കാർഡ് ഇടുന്നത് വരെ നോട്ട് റീച്ചബിൾ ഈ ബഹളം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയാമോ? സന്തോഷം, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. ഇത് ഉണ്ടാക്കിയത് തമ്പുരാനായതുകൊണ്ടേ ഈ മൊബൈൽ ഉണ്ടാക്കിയ കമ്പനിക്കാർ ഇതിനകത്ത് സിം കാർഡ് ഇടുന്നൊരു സ്ഥലം വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് വിസിറ്റിംഗ് കാർഡൊന്നും ഇട്ടാൽ ചില വർക്ക് ചെയ്യത്തില്ല. ചിലർ ATM കാർഡൊക്കെ ഇട്ട് നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല. ഇത് ഉണ്ടാക്കിയവൻ അതിൻ്റെ കറക്റ്റ് പാകത്തിനാണ് എൻ്റെ സ്ഥലം. ഇതിനകത്തെ യേശു അല്ലാതെ ഒന്നും അവിടെ ഇരിക്കത്തില്ല. യേശു അല്ലാതെ ഒന്നും ഇതിനകത്ത് ഇരുന്നാൽ ശരിയാകില്ല. അല്ലേ? അത് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. യേശുവിനെ അവർ പട്ടണത്തിൻ്റെ അതിരോളം കൊണ്ടുപോയി അവനെ തലകീഴായി തള്ളിയിടുവാൻ നോക്കി. യേശു അവരുടെ ഇടയിൽ നിന്ന് ഒളിച്ചുപോയി എന്നാണോ? അല്ല, പിന്നെങ്ങനെ? അവരുടെ ഇടയിൽ കൂടെ നടന്നുപോയി. അതാ യേശു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് അനന്തരം നസ്രത്തിൽ നിന്നിറങ്ങി രാത്രി ദൂത് പറയാം, ഒരു വാതിൽ നിന്റെ മുമ്പിൽ അടഞ്ഞാൽ അതേ കൊട്ടിക്കൊണ്ട് അവിടെ അതിൻ്റെ സാക്ഷായ ഞാൻ കിടക്കാതെ സ്ഥലം വിട്ടോണ്ട് അവിടെ നിന്ന് യേശു നസ്രത്തിൻ്റെ വാതിൽ പിന്നെ കൊട്ടിയില്ല. നസ്രത്തുകാരൻ അങ്ങോട്ടേക്കൊന്ന് കൊട്ടുകയുള്ളൂ. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ദൂത് പറയാം. ആമേൻ. ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു. ഒരാട് പോയി. ഇടയൻ അന്വേഷിച്ച് പോയോ? പോയില്ലേ അച്ഛാ? ഇടയൻ ആടിനെ അന്വേഷിച്ച് പോയി. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. ഒരു ദ്രഹ്മ കാണാതെ പോയി. സ്ത്രീ ദ്രഹ്മ അന്വേഷിച്ചോ? എന്നാൽ ഒരാൾക്ക് 2 മകനുണ്ടായിരുന്നു. അതൊരു മകൻ പോയി. അപ്പൻ അന്വേഷിച്ചു പോയോ? ഇല്ല. കാരണം അപ്പന് മകനെ അല്ല നഷ്ടപ്പെട്ടത്, മകന് അപ്പനെയാ. അതുകൊണ്ട് നഷ്ടപ്പെട്ടവൻ ആരെ നഷ്ടപ്പെട്ടോ തിരിച്ചന്വേഷിച്ചു വരും. അതുവരെ അപ്പൻ ശാന്തമായിരിക്കും. എത്ര പേർക്ക് ദൂതിൻ്റെ അർത്ഥം മനസ്സിലായി? ഇതുവരെ എല്ലാവരും പറഞ്ഞ ഒരു അപ്പനും മകനെ നഷ്ടപ്പെട്ടെന്നല്ലേ. എന്നാൽ കെ എബ്രഹാം ഇന്ന് പ്രഖ്യാപിക്കുക, അപ്പന് മകനെ അല്ല നഷ്ടപ്പെട്ടത്, മകൻ അപ്പനെയാ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവൻ വരുന്നുണ്ട്. അപ്പാ, ആ പുസ്തകത്തിൽ എവിടെങ്കിലും മകാ എന്നെഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓർത്തോ, നീ ദൈവസന്നിധി വിട്ടകലുമ്പോൾ ദൈവത്തിന് നിന്നെ അല്ല നഷ്ടപ്പെടുന്നേ, പകരം നിനക്ക് ദൈവത്തെയാ. ആമേൻ, സ്തോത്രം. ഈ ആടിനെ അന്വേഷിച്ച് ഇടയാൻ പോകാൻ കാരണം അതൊരു സബ് ഹ്യൂമൻ ലോസാണ്. എന്ന് പറഞ്ഞാൽ ജീവനുണ്ടെങ്കിലും തിരിച്ചറിവില്ലാത്ത മൃഗമാണ്. ആമേൻ. വിളക്ക് കത്തിച്ച് ആമേൻ ഈ നാണയം നോക്കാൻ കാരണം അതൊരു സബ് ഹ്യൂമനുമല്ല, ഹ്യൂമനുമല്ല, അതൊരു മെറ്റീരിയൽ ലോസാണ്. ആമേൻ. സംസാരിക്കാൻ കഴിവില്ല, ജീവനില്ലാത്ത ഒരു നാണയമാണ്. തിരിച്ചു വരുമോ? ഇല്ല. പക്ഷെ മൂന്നാമത്തെ ഉപമയിൽ പോയത് സബ് ഹ്യൂമൻ അല്ല, മെറ്റീരിയൽ അല്ല, ബുദ്ധിയുള്ള, തിരിച്ചറിവുള്ള, അപ്പനാരാന്നറിയാവുന്ന, വീടെവിടാന്നറിയാവുന്ന മകനായതുകൊണ്ട് നീ വന്നേ മതിയാകൂ.
അതൊന്ന് ഏറ്റെടുത്ത് ഇന്ന് രാത്രി വന്നേ മതിയാകൂ. എന്നെങ്കിലും നീ വന്നേ മതിയാകൂ. നീ വരും, ഉറപ്പാ. ഇത് അപ്പൻ അറിയാം. എങ്ങനെ? ഇത് അപ്പൻ അറിയാമെന്ന് ഞാൻ പറയുന്നു. എങ്ങനെ? അല്ലേ പിന്നെ ഉടുപ്പ് തയ്പ്പിക്കുവോ? വരാത്ത മകന് വേണ്ടി അപ്പൻ ഉടുപ്പ് തയ്പ്പിക്കുവോ? ഉടുപ്പ് തയ്പ്പിക്കാൻ കൊടുത്തെങ്കിൽ അപ്പൻ അറിയാം അവൻ വരും. നിനക്ക് വേണ്ടി അപ്പൻ ചെരുപ്പ് മേടിച്ചെങ്കിൽ, നിനക്ക് വേണ്ടി അപ്പൻ മോതിരം മേടിച്ചെങ്കിൽ, നിനക്ക് വേണ്ടി അപ്പൻ ഉടുപ്പ് തയ്പ്പിച്ചെങ്കിൽ അപ്പൻ അറിയാം നീ വരും. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. പിന്നെ ചിലർ പറയുന്നത് അങ്ങനെയാണ്, അപ്പൻ ഓടിയില്ലേ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചില്ലേ, ഇതൊക്കെയാ ചോദിക്കുന്നത്. ഞാനിന്ന് രാത്രി അത് പറയണോ? നീ കരയും. ആവർത്തന പുസ്തകം 18:21 ഒരപ്പനും അമ്മയ്ക്ക് ഷടനും മത്സരിയുമായ ഒരു മകനുണ്ടെങ്കിൽ പട്ടണത്തിലെ മൂപ്പന്മാരോട് ചെന്ന് പറയണം, അവരവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ സ്വന്തം അപ്പനെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയ മകനെ എവിടെ വെച്ച് കണ്ടാലും നാട്ടുകാരെന്ത് ചെയ്യാനിരിക്കുക? പറ. അന്നേരമാണ് പട്ടണത്തിൻ്റെ വാതിക്കൽ ഒരു വിളി കേട്ടു, അപ്പാ. ഇതാദ്യം കേട്ട ആരാ? പറ. അല്ല, അപ്പൻ വീട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ നാട്ടുകാരും ആ ശബ്ദം കേട്ടു. അവർ തമ്മിൽ പറഞ്ഞു, അവൻ വരുന്നുണ്ട്. ആര് വരുന്നുണ്ട്? ആ അനുസരണം കെട്ടവൻ. എല്ലാവരും കയ്യിൽ എന്തെടുത്തു? കല്ലെടുത്തു. അപ്പൻ ഓടി. അപ്പൻ ഓടി. എന്തിന്? ഒരു കല്ല് പോലും എൻ്റെ മകൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കുവാൻ അപ്പൻ കയറി. ഒരു മിനിറ്റ് വന്നേ. ജനം മുഴുവൻ എറിയാൻ നിൽക്കുക. അപ്പൻ കയറി മകനെ വട്ടം പിടിച്ചു. ഏറ് മുഴുവൻ അപ്പൻ്റെ ദേഹത്ത് വേണം കൊള്ളാൻ. മകൻ്റെ ദേഹത്ത് കല്ല് കൊള്ളരുത്. എൻ്റെ മകൻ്റെ ദേഹത്ത് കല്ല് കൊള്ളരുത്. എന്നെ എന്ത് ചെയ്യും? അവൻ നാട്ടുകാരുടെ കല്ലുകൊള്ളാതെ പ്രമാണികൾ എറിയാൻ വെച്ച കല്ല് സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുന്നതാണ് കാൽവറിയിൽ തകർക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം. ഇന്ന് രാത്രി എന്താ യേശു നിനക്കും എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ആ വലിയ ഉപമയിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുക. ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് പരിമിതപ്പെടുത്തിയ മതിയാകൂ. വാക്കുകളിലേക്ക് ഒത്തിരി പോകാൻ പറ്റില്ല. ആമേൻ. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. എളുപ്പം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. യെസ്. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ. എവിടെത്തി? കഫർനഹൂമിൽ. യേശു ഗലീലയിലെ മറ്റൊരു പട്ടണമായ, അതാണ് വാക്യം. എവിടെത്തി? കഫർനഹൂമിൽ എത്തി. വായിക്കാം. ഒരു ശതാധിപൻ വന്ന് അവനോട്. ശതം എന്ന് പറഞ്ഞാൽ എത്ര? ദശം. ദശാംശം കൊടുക്കുന്നവർ എല്ലാം പ്രശ്നമാകും. ദശാംശം കൊടുക്കുന്നവർക്കെങ്കിലും അറിയല്ലോ ദശം എത്ര, ശതം എത്ര. ശതാധിപൻ എന്ന് പറഞ്ഞ എത്ര? 100 പേർക്ക് ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ലെവൽ വരും. എന്തോ വരും? ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ലെവലെങ്കിലും വരും. 3 സ്റ്റാറെങ്കിലും വരും. ആരാ? ശതാധിപൻ. ആമേൻ. ദേവാലയത്തിൻ്റെ അധിപന്മാരുണ്ട്, സമൂഹത്തിലുണ്ട്. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ചു കഠിനമായി വേദനപ്പെട്ടു വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. മതി. എനിക്ക് ഇത് തന്നെ ഒരു പ്രസംഗമാണ്. ഈ ഇത്രയും വാക്യം തന്നെ ഒരു 1-2 മണിക്കൂറുള്ള പ്രസംഗമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പറയാൻ പറ്റുകയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടവരും പറയാം. എവിടെ നിന്ന് ഇറങ്ങി വരുക യേശു? മറന്നുപോയി നിങ്ങൾ? നസ്രത്തിൽ നിന്ന് വരുക. നസ്രത്തുകാർക്ക് എന്ത് വേണ്ട? യേശുവിൻ്റെ പറഞ്ഞില്ല, അടുത്ത പ്രാവശ്യം പുള്ളിയെ വിളിക്കണം. പിന്നെ എന്നാ പറഞ്ഞു? വിളിക്കണ്ട. അപ്പോൾ നസ്രത്തുകാർക്ക് എന്ത് വേണ്ട? യേശുവിൻ്റെ പ്രസംഗം വേണ്ട. അവിടെ നിന്ന് ഇറങ്ങി യേശു കഫർനഹൂമിൽ വന്നപ്പോൾ ശതാധിപൻ പറയാ, നിന്റെ ഒരു വാക്ക് മതി. നസ്രത്തിന് എന്ത് വേണ്ട? പ്രസംഗം വേണ്ട. പ്രസംഗം വേണ്ടെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അപ്പുറത്ത് നിന്റെ ഒരു വാക്കിന് വേണ്ടി കൊതിക്കുന്നവർ കാത്തു നിൽക്കുക. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക.
പ്രസംഗമല്ല, നിന്റെ വാക്കുകൾക്ക് അവല. നസ്രായനായ യേശുവിന്റെ പ്രസംഗമല്ല, അവന്റെ വാക്കുകൾക്ക് 1000 പ്രസംഗത്തെക്കാൾ വിലയാ. ഇന്ന് രാത്രി പറ, ഒരു വാക്ക്, എന്നോട് ഒരു വാക്ക്. സ്വത്രം പറ, എന്നോട് ഒരു വാക്ക്. യേശുവേ, യേശുവേ, ഒരു വാക്ക്, ഒരു വാക്ക് എൻ്റെ കുടുംബത്തോട്, എൻ്റെ മക്കളോട്, അവരുടെ ഭാവിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി. യേശുവേ, ഒരു വാക്ക്, ഒരു വാക്ക്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയോടെ കർത്താവിനൊന്ന് ചോദിച്ചാട്ടെ. എൻ്റെ തമ്പുരാൻ നിന്നോട് സംസാരിക്കുക. ഇന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വില നഷ്ടപ്പെട്ടവരെ പോലെ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ വരാം. അപ്പോൾ കർത്താവ് പറയാ, അവിടെ നിങ്ങൾ ഭാരപ്പെടരുത്. അതിനപ്പുറത്ത് നിങ്ങൾ ഇച്ചിരി അപ്പുറത്തേക്കൊന്ന് മാറിക്കേ. നിങ്ങളുടെ വാക്കിന് വില തരുന്നവരെ ദൈവം അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ നസ്രത്ത് മാത്രം കാണരുത്, ഒരു കഫർനഹൂം നിങ്ങൾക്ക് വേണ്ടി അതിനപ്പുറത്ത് ഒരുക്കപ്പെടുന്നുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേക്ക്. നഹൂം എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസകൻ. എന്താണ് നഹൂം എന്ന വാക്കിന്റെ അർത്ഥം? കഫർ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രാമം. ഇനി നിങ്ങൾ പറ, കഫർ നഹൂം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആശ്വാസകന്റെ ഗ്രാമം. നസ്രത്ത് നിന്നെ ഇറക്കി വിട്ടാൽ നിന്നെ കാത്തിരിക്കുന്നത് സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ ഒരു ഗ്രാമം നിന്നെ കാത്തിരിക്കുകയാ. അതാണ് കഫർനഹൂം. മർക്കോസ് 2:1. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. പിന്നെയും കഫർനഹൂമിൽ വന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഇപ്പൊ കഫർനഹൂമിൽ എന്തു ശ്രുതിയുണ്ട്? എവിടുന്നാ പുള്ളി ഇറങ്ങി വന്നേ? നസ്രത്തിൽ നിന്ന്. നസ്രത്തുകാർക്ക് എന്ത് വേണ്ട? ഇപ്പം ആദ്യം പറഞ്ഞൊരു വാക്ക് മതിയെന്ന്. ഇപ്പൊ എന്തോ ശ്രുതിയായി. ഫ്ലെക്സ്, ബോർഡ്, നോട്ടീസ്. ഇപ്പൊ ആൾക്കാർ പറയാ തിരുവനന്തപുരത്ത് യേശുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ ആൾക്കാർക്ക് എന്തുവായി? ശ്രുതിയായി. ആമേൻ. നിന്റെ വീട് പറഞ്ഞിട്ട് പറയാ, ആ വീട്ടിൽ ഒരു പെണ്ണുണ്ട്, നല്ലപോലെ പ്രാർത്ഥിക്കുന്ന കൊച്ചാന്ന്. ഇപ്പൊ ശ്രുതിയായി. പിടികിട്ടിയില്ല. പണ്ട് ഇറക്കി വിട്ടായിരുന്നു. ഇപ്പൊ എന്തായി? നിന്റെ പേര് ലോകം കേൾക്കണം, നിന്റെ പേര് ലോകം അറിയണം, നിന്റെ പേര് അനേക രാജ്യങ്ങൾ അറിയണം. നിന്ദിച്ച പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്റെ പേരൊരു ശ്രുതിയാക്കി മാറ്റുന്ന ദൈവം, അതൊരു ശ്രുതിയാക്കി മാറ്റുന്ന ദൈവം. ആമേൻ. ശ്രുതി ഉണ്ടായാൽ അർത്ഥാൽ കീർത്തി. ആമേൻ. അപമാനം ദൈവത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെന്തുണ്ട്? മാനം. ആമേൻ. നിന്റെ പുറത്തുള്ള വേദനയല്ല, ഹൃദയത്തിലാ മുറിവ്. ആമേൻ. പക്ഷെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ പുറത്തും സൗഖ്യമാക്കുന്നവനാ, അകത്തെ മുറിവും കിട്ടുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത. പ്രസംഗം വേണ്ടെന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഇതിന്റെ ഒരു വാക്കിന് വില. ഇപ്പൊ വാക്കൊന്നും വേണ്ട, ഇന്നടത്തുണ്ടെന്ന് ശ്രുതി കേട്ടാ മതി. ശ്രുതി കേട്ടപ്പോ അടുത്തെന്താ വായിച്ച ദിവസനെ? ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ആമേൻ. നോക്കിയേ. ആമേൻ, ആമേൻ, ആമേൻ. നീ പ്രാർത്ഥിച്ചോ? ആമേൻ. നീ പ്രാർത്ഥിച്ചോ? നീ കണ്ടിട്ടില്ലാത്ത ചില നന്മ നിന്റെ വാതിൽക്കൽ വരും. 2019 അനുഗ്രഹത്തിന്റെ വർഷമാ. നീ കണ്ടിട്ടില്ലാത്ത ചില നന്മ നിന്റെ വാതിൽക്കൽ വരും. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടാകയാൽ. അവനോട് സമീപിക്കാൻ പറ്റുകയില്ല. കംപ്ലീറ്റ് ആൾക്കാർ. പിന്നെ വാളണ്ടിയേഴ്സ് ഉണ്ട്. വാളണ്ടിയേഴ്സ് ഇതുപോലെ ടാഗിട്ട് കുറച്ച് വരുന്നപ്പോൾ അവർ പറഞ്ഞു അകത്തോട്ട് കയറാൻ സഹകരിക്കും. വാളണ്ടിയേഴ്സ് എന്നാ പറഞ്ഞു?
വാതുക്കൽ പോലും എന്തില്ല, ഇടയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, വാളണ്ടിയേഴ്സ് എന്നാ പറഞ്ഞു, അകത്തോട്ട് കയറാൻ പറ്റില്ല. വന്ന ആൾക്കാർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു. അവർ പറഞ്ഞു, വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുകയില്ലെങ്കിൽ ഞങ്ങൾ വീടിൻ്റെ പുറത്തോട്ട് കയറുക. വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുകയില്ല, ഞങ്ങൾ എങ്ങോട്ട് കയറുക? അവർ പുരയുടെ പുറത്ത് കയറിയെന്നാ. അമേൻ. കാരണം അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രാനെ കണ്ടിട്ട്, ഞങ്ങൾ പ്രസംഗനെ കാണാൻ വന്നതല്ല, ഞങ്ങൾ ആരെ കാണാൻ വന്നാ? ഞങ്ങൾ യേശുവിനെ കണ്ടിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഭാഗമുണ്ട്, അവിടെ നിന്ന് വ്യാഖ്യാനിക്കുന്ന സമയം പോരാ. ഈ സമയത്ത് അമേൻ, ഈ വാളണ്ടിയേഴ്സ് അകത്ത് എന്ന് വീട്ടുടമസ്ഥനെ വിളിച്ചു. അതൊന്നും അവിടെ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു റെവലേഷനാണ്, പ്രസംഗത്തില്ല. വിളിച്ചു പറഞ്ഞു, ചേട്ടാ എന്നാ ചേട്ടാ, ഈ യോഗം തുടങ്ങിയിട്ട് 3 ദിവസമായി. എത്ര ദിവസമായി? 3 ദിവസമായി യോഗം തുടങ്ങിയിട്ട് 3 കസേര ഒടിഞ്ഞു, 12 ഗ്ലാസ് പൊട്ടി, പൂച്ചട്ടി 14 എണ്ണം പൊട്ടി, 2 മേശ കാണാനില്ല. ഇത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ലിസ്റ്റ് ഓർക്കുന്നുണ്ടോ? ഇപ്പം പറഞ്ഞേ, ഇത്ര സാധനം കാണാനില്ല. പുള്ളി പറഞ്ഞു, അതിനെന്നെ സാരമില്ല, അതല്ല ചേട്ടാ, ഞങ്ങളിപ്പോൾ വിളിച്ച അതിനല്ല, ഇത്രയും നഷ്ടം നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ട്, മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. പെര പൊളിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇതുവരെ വന്ന നഷ്ടമല്ല, എന്തോ പൊളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ വീട്ടുടമസ്ഥ പറയാ, പൊളിയട്ടങ്ങനെ പൊളിയട്ടെ. ഉടനെ വാളണ്ടിയേഴ്സ് ചോദിച്ചു, ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നോ? അല്ല, പിന്നെ എന്തേട്ടെ പൊളിയട്ടെന്ന് പറയുന്നേ? എൻ്റെ സന്തോഷം, അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ പട്ടയവും 1 സെക്കൻഡ് കൊണ്ട് എഴുതി തരാൻ കഴിവുള്ളവൻ എൻ്റെ വീട്ടിനകത്ത് നിൽക്കുമ്പം 5 സെന്റിന്റെ ഉടമസ്ഥനായ ഞാൻ അടിയറവ് പറഞ്ഞിരിക്കുന്നു. അടിയറവ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അഖിലാണ്ടത്തിന്റെ മുഴുവൻ പട്ടയം 1 സെക്കൻഡ് കൊണ്ട് എഴുതി തരാൻ അധികാരമുള്ളവൻ എൻ്റെ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഈ 5 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥനായ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ അടിയറവ്. നസ്രായൻ ആരാ? ഈ ചങ്കത്ത് കൈവച്ചിട്ട് എൻ്റെ അകത്തിരിക്കുന്നവൻ ആരാ? എൻ്റെ അകത്തിരിക്കുന്നവൻ ആരാ? നിനക്ക് വീടില്ലേ? നിനക്ക് സ്ഥലമില്ലേ? നീ തമ്പുരാനോട് പറ, നിനക്ക് എപ്പോൾ അത് തരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അവൻ്റെ പക്കലുണ്ട്. സദർശവാക്യം 8:17 വായിച്ചേ. ഇപ്പൊ കർത്താവ് തന്ന ഒരു ദൂത, ഇപ്പൊ പിടിച്ച മീനെന്ന് പറഞ്ഞ പോലെ അതൊന്ന് വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ഒരു നിമിഷം നിൽക്കൂ, ഒരു നിമിഷം. നീ വാട്സാപ്പിനകത്തൂടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് 6 മാസമായിട്ട് മറുപടി വരാത്ത കേസില്ലേ? ഇത് കണ്ടോ? ബൈബിൾ കണ്ടോ? നീ ഐ ലവ് യു അങ്ങോട്ട് അയച്ചു, കർത്താവ് അന്നേരം തിരിച്ചയച്ചു ഐ ലവ് യു. എന്നാ ടൂവാ? നീ വാട്സാപ്പിനകത്തൂടെ ഐ ലവ് യു അയച്ചിട്ട് 6 മാസമായിട്ട് മറുപടി വന്നിട്ടില്ല. കർത്താവ് പറയാ, എന്നെ സ്നേഹിക്കുന്ന നീ പറ, ആ സെക്കൻഡ് റിപ്ലൈ തരാം. എന്നെ സ്നേഹിക്കുന്നവനെ ഒന്ന് പറ, സ്നേഹിക്കുന്നു. അടുത്ത വാക്യം. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അടുത്ത വാക്യം. എന്റെ പക്കൽ ധനവും മാനവും. എന്റെ പക്കൽ, സ്വതന്ത്രം പറ. ഈ സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളെ സ്നേഹിക്കണം. ഐസ്ക്രീം അങ്ങോട്ട് മേടിച്ച് തിന്നേച്ചു പോകുന്നല്ല, കാശുള്ള പുള്ളിയാ. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. ധനവും മാനവും കഴിഞ്ഞുള്ളത് ഒന്ന് പറയട്ടെ. എന്തുവാ പുരാതന സമ്പത്തും? ഇതെന്ത് സാധനം പറഞ്ഞുതരാം. ശലോമോന് കൊടുക്കണമെന്ന് പറഞ്ഞ് ദൈവം മേടിച്ചതാ. അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. പിടികിട്ടിയോ? ശലോമോന് കൊടുക്കാൻ മേടിച്ച ദാവീദിന്റെ മോന് പള്ളി പണിതേന്റെ പേര് കൊടുക്കാൻ മേടിച്ചതാ. പക്ഷെ കൊടുത്തില്ല. എന്നാന്നറിയോ? അങ്ങനെ വൃത്തികെട്ട പറവോന്റെ കൊച്ചിന്റെ കൂടെ ഒളിച്ചോടി പോയോണ്ട് മനസ്സിലായി. ആർക്കും പിടി കിട്ടുന്നില്ല, കാര്യമല്ല, മനസ്സിലാകുന്നു. അതുകൊണ്ട് കൊടുക്കാൻ മേടിച്ചല്ല ആരുടെയും ഇരിപ്പുണ്ട്? ദൈവത്തിൻ്റെ. ദാവീദിന് കൊടുക്കാൻ കുറെ മേടിച്ച് അങ്ങനെ ഊര്യാവിൻ്റെ പെണ്ണുപിള്ള ടെറസെ കയറി നോക്കി ഉള്ള പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അത് ആരുടെയും ഇരിപ്പുണ്ട്? കർത്താവിൻ്റെ കയ്യിൽ. അതാ കർത്താവ് പറഞ്ഞത്, കുറെ പുരാതന സമ്പത്ത് ഇരിപ്പുണ്ട്. പുരാതന സമ്പത്ത്. വാക്യം. നീതിയുമുണ്ട്. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും. അല്ലല്ല, അതിനകത്ത് ഞാൻ ഒരു സാധനം വിട്ടുപോയി. പുരാതന സമ്പത്ത് കഴിഞ്ഞ ഒരു സാധനമുണ്ട്. നീതിയുമുണ്ട്. അല്ല പുരാതന സമ്പത്തും. 17 മുതൽ ഒന്നുകൂടി വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. അടുത്ത വാക്യം. എന്റെ ഫലം
പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക. ഇതാ ഞാൻ അന്വേഷിച്ചോണ്ടിരുന്ന സാധനം. ഇതാ ഞാൻ ഇതുവരെ തപ്പിക്കൊണ്ട് വസ്തുവക. ഇതാ നമ്മുടെ വീട്. ഇതിനകത്ത് വേണം വീട് വെക്കാൻ. ഇപ്പൊ പറഞ്ഞതിനകത്ത് വേണം എന്ത് വെക്കാൻ? സ്വത്രം പറഞ്ഞോണ്ടിരിക്കുക. ആമേൻ. നിനക്ക് വീട് വെക്കാനുള്ള പുരയിടം, നീ വെക്കാത്ത തെങ്ങ്, നീ വെട്ടാത്ത കിണറ്, നീ കുഴിക്കാത്ത കിണറ്, നീ അനുഭവിക്കാൻ പോകുന്ന നന്മകൾ ഓർത്തതിനകത്ത് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ആ കട്ടിൽ യേശുവിന്റെ കാൽക്കലിറക്കി കഫർനഹൂമിൽ യേശുവിനെ സൗഖ്യമാക്കി. ആമേൻ. ആൾക്കാർ യോഗം പിരിഞ്ഞു പോകുമ്പോൾ ഒരാളൊരു കട്ടിലും എടുത്തുകൊണ്ട് പോകുന്നു. ഒരാൾ ഒരു കട്ടിലും ചുമന്നുകൊണ്ട് വാളണ്ടിയേഴ്സ് കയറി പിടിച്ചു. ഈ ടാഗ് കിടക്കുന്നിടത്തോളം നമ്മൾ വീട് പോകും. വിടമാട്ടേൻ പറഞ്ഞു. ഇവിടെ പല സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. 2 മേശ പോയിട്ടുണ്ട്. കുറേ ഗ്ലാസ് പൂച്ചട്ടി എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആൾക്കാരെ തൊണ്ടി സഹിതം പിടിക്കാൻ നിൽക്കുകയാണ്. അന്നേരമാണ് ഒരുത്തൻ എന്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്? വെക്കവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ? ഇത് ചില വർഷങ്ങളായിട്ട് എന്നെ ചുമന്ന കട്ടില. നീ കണ്ടായിരുന്നോ? ഒരു 4 പേര് കൂടി ഒരു കട്ടിൽ ചുമന്നുകൊണ്ട് പോകുന്നേ. ആ കട്ടിൽ ഒരുത്തൻ കിടക്കുന്ന കണ്ടായിരുന്നോ? കണ്ടു. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, കിടക്കുന്നത് കണ്ടാൽ നടക്കുന്നത് കണ്ടിട്ട് വിടത്തുള്ളൂ. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, കിടക്കുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് അവൻ വിടത്തുള്ളൂ. സ്തോത്രം പറഞ്ഞു. ഈ കട്ടിൽ എൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യമാണ്. അവൻ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി മുഴുവൻ അധികാരത്തോടെയായിരുന്നു. അവൻ ഗലീലയെ പട്ടണമായ കഫർനഹൂമിലേക്ക്. ഇനി സമയപരിധി കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ അവസാനിക്കുക. കർത്താവ് ഇന്ന് രാത്രി ദൂത് വന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഭയപ്പെടുത്തിയ പ്രശ്നം, നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞ പ്രശ്നം, നിന്റെ ജീവിതത്തിന് നേരെ ആക്രോശ പ്രശ്നത്തെ നിന്റെ കൈക്കകത്ത് ഒതുക്കിക്കൊണ്ടേ പോകാവൂ. അതിൻ്റെ മേൽ നിനക്കാണിനി അധികാരം. ഇതുവരെ നീ കട്ടിലല്ല കിടന്നത്. ആമേൻ. ഇനി മുതൽ കട്ടിലിന്റെ മേൽ നിനക്കാണ് അധികാരം. പ്രശ്നം നിന്നെ ഭരിക്കത്തില്ല. നീ പ്രശ്നത്തെ കൈകാര്യം ചെയ്യും. അവൻ ക്രിസ്തു യേശുവിൻ്റെ നാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.